പുസ്തകം ആദ്യത്തെ അധ്യായം 1 വാക്യത്തിൽ ആദിയിൽ ദൈവം ദൈവം ബഹുവചനമല്ല, ഏകവചനമാ. ദൈവം, ദൈവങ്ങൾ എന്നല്ല, ദൈവം. അപ്പോൾ 1600 കൊല്ലം മുമ്പ് ഒരു ദൈവത്തെ പരിചയപ്പെടുത്തി. 1600 കൊല്ലം കഴിഞ്ഞപ്പോഴും ആ ദൈവത്തെ മാത്രം തന്നെ പറഞ്ഞേക്കുന്നത്. ഇതിനിടയ്ക്ക് ദൈവം കളിക്കാൻ വേറെ ആരും കയറി വന്നില്ലെന്നുള്ളതാണ്. ഈ കാലയളവിലാണെങ്കിൽ ഇഷ്ടംപോലെ ദൈവങ്ങൾ, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം അങ്ങ് ദൈവത്തിൻ്റെ വേഷം കെട്ടി ആടുക. പെണ്ണുങ്ങൾക്ക് ആ കാശ് കൂടുതൽ ദൈവം കളിച്ച, ആണുങ്ങൾ നിങ്ങൾക്ക് അത്ര കാശ് കിട്ടുകയില്ല, എന്നാൽ അവർക്ക് അതിൻ്റെ വകുപ്പ് അറിയാം. അപ്പോൾ മുടിയൊക്കെ അടിച്ചിട്ട് ഒരാട്ടമൊക്കെ ആടിക്കഴിയുമ്പം ചുമ്മാ നിൽക്കുന്നതിന് അവനും കിട്ടുന്ന ഇളകുന്ന കാണാം. അപ്പോൾ പെണ്ണുങ്ങൾ ദൈവം കളിച്ചാൽ ആ കാശ് കൂടുതൽ. കോട്ടയത്തുണ്ടായിരുന്ന ദൈവം തങ്ക എന്നാ പേര്. ഞാൻ ആ ഭാഷക്കറിയാം. ഞാനൊരിക്കലൊരു യോഗത്തിന് പോയി നിന്നപ്പോൾ ഒരാൾ ചോദിച്ചു എവിടെ പോവാ. ഞാൻ പറഞ്ഞു ഇന്നടുത്തൊരു ദൈവം തങ്കയുടെ വീട്ടിലാണോ എന്ന് ചോദിച്ചു. തങ്ക എന്നാ പേര്, തള്ളയങ്ങ് ദൈവം ആയതാ. അതുപോലെ പാമ്പാടി സൈഡിലുണ്ടായിരുന്നു ശാന്തമ്മ ദൈവം. ശാന്തമ്മ എന്നാ പേര്, അങ്ങനെ തള്ളയങ്ങ് ദൈവം ആയതാ. കിഴക്കൻ സൈഡിലുണ്ടായിരുന്നു ബാബു ദൈവം. ഈ ദൈവം ആകുമ്പോൾ പേരെങ്കിലും ഒന്ന് വ്യത്യാസപ്പെടുത്തണ്ടേ. ദൈവത്തിൻ്റെ പേര് ബാബു, ഒരു സുഖമില്ല കേൾക്കാൻ. ഉണ്ടോ? സുഖമുണ്ടോ? ബാബു, ദൈവത്തിൻ്റെ പേര് ഒരു സുഖമില്ല. ഇല്ല. അപ്പം പേരെങ്കിലും ഒന്ന് മാറ്റേണ്ടതായിരുന്നു. ഒരു കാര്യം പറയാം, ബാബുവും ദൈവമല്ല, തങ്കയും ദൈവമല്ല, ചാന്തമ്മയും ദൈവമല്ല, പാപ്പച്ചനും ദൈവമല്ല. ആ പാപ്പച്ചൻ എന്നുള്ളത് ലോപിച്ചാലും ഒന്നും ഞാൻ പറയുന്നില്ല, ഇതൊന്നും ദൈവമല്ല. കാരണം പൗലോസ് ഗലാത്യ ലേഖനത്തെ കൊടുത്തിട്ട് പണമുണ്ട്, നമുക്കറിയാം. സ്വഭാവത്താൽ ഇവരാരും ദൈവമല്ല. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ എന്ന് വായിച്ചേ മോളെ. ഗലാത്യ ലേഖനം 4-ന്റെ 8 മുതൽ. എന്നാൽ അന്ന് നിങ്ങൾ, മോള് പെട്ടെന്ന് വാക്യം എടുക്കുന്നുണ്ടല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. പേരെന്തുവാ? മെറിൻ. പെട്ടെന്ന് വായിച്ചോ മോളെ, 4-ന്റെ 8 മുതൽ. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ, സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. അപ്പോൾ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഈ തങ്കയും ചാന്തമ്മയും ബാബു ഒന്നും ദൈവമല്ല. അതിനാ അത് പറയാം. ദൈവത്തിന്റെ ശ്രേഷ്ഠത, വിശിഷ്ടതയുണ്ട്. അതൊന്നും ഈ നാവ് കൊണ്ട് പറയാൻ പറ്റുന്നതല്ല. അവിടുന്ന് സർവശക്തനാ, സർവജ്ഞാനിയാ, സർവവ്യാപിയാ, സർവത്തെയും നിയന്ത്രിക്കുന്നവനാ, സർവത്തെയും സൃഷ്ടിച്ചവനാ, സർവത്തിന്റെ മേൽ അധികാരമുള്ളവനാ ദൈവം. എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പൂജര കേജര വസ്തുക്കളെ മുഴുവൻ സൃഷ്ടിച്ചവനാ ദൈവം. ദൃശ്യമായതും അദൃശ്യമായതും വരുവാനുള്ളതും ഇപ്പോഴുള്ളത് എന്ന് വേണ്ട ഈ കാണുന്ന സകല അണ്ടകടാകത്തെ ബ്രഹ്മാണ്ട കോടിടാണ്ടത്തെ നിർമ്മിച്ചവനാ ദൈവം. അവിടുന്ന് അനാദിയായും ശാശ്വതമായും നമ്മുടെ ദൈവമാ. ഇസ്രായേലിന്റെ പ്രഥമ മഹാപുരോഹിതനാകുന്ന അഹരോൻ മരിച്ചപ്പോൾ ഇസ്രായേൽ മക്കൾ വിലപിച്ച് ഭാരപ്പെട്ടപ്പോൾ അഹരോന്റെ അനുജനാകുന്ന പടയനിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശെ ഇസ്രായേൽ മക്കളുടെ വിലാപത്തെ അവൻ ലഘൂകരിക്കുവാൻ, അവരുടെ പ്രത്യാശയുടെ കൊടുമുടിയിൽ പിടിച്ചു കയർത്തുവാൻ അവൻ പാടിയ അല്ലെങ്കിൽ പ്രാർത്ഥിച്ച സങ്കീർത്തനമാ 90-ാം സങ്കീർത്തനം. അവിടെ വായിക്കുന്നത്, കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുൻപ്. അവിടുന്ന് അനാദിയായും ശാശ്വതമായും ദൈവമാണ്. അല്ലാതെ തങ്കയും ബാബു ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉള്ളതെല്ലാം ഉഴപ്പിച്ചാ ഇവർ പോയേക്കുന്നത്. അതാ സ്വഭാവത്താൽ ഇവരാരും ദൈവങ്ങളല്ല. ദൈവത്തിന്റെ വിശേഷതയുണ്ട്. ഈ അടുത്ത കാലത്ത് കേട്ടു ദൈവത്തിന് ശ്വാസം മുട്ടലായെന്ന്. അപ്പൊ ചോദിച്ചു, ദൈവം മെഡിക്കൽ കോളേജിലായി. അതാ പറഞ്ഞത്, ഇത് ദൈവമല്ലെന്ന് ഈ പറഞ്ഞത്. ദൈവം ശ്വാസം കൊടുത്തയാളാ. അന്നേരം നമ്മൾ കേൾക്കുക ദൈവത്തിന് ശ്വാസം മുട്ടല്. നിങ്ങളാരും കേട്ടില്ലായിരിക്കും. അതാ പേപ്പറിലുണ്ടായിരുന്നു ദൈവത്തിന്. പിന്നെ പിറ്റേന്ന് വന്ന് ദൈവം വെന്റിലേറ്ററിൽ കയറിയെന്ന് പറഞ്ഞു. എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, എല്ലാവരും പ്രാർത്ഥിക്കണം, ദൈവത്തിന് ശ്വാസം കിട്ടി രക്ഷപ്പെട്ട്. സ്വഭാവത്താൽ ഇവരാരും ദൈവമല്ല. ആത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ടാരും, ചത്തമർത്യാത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ടാരും, ചത്തമർത്യാത്മാക്കൾ
ദൈവം എന്നു നിരൂപിക്കേണ്ടാരും 100 ദൈവങ്ങൾ സത്യദൈവം ഒന്നേയുള്ളൂ 100 ദൈവങ്ങൾ സത്യദൈവം ഒന്നേയുള്ളൂ ഏക സത്യദൈവമേയുള്ളൂ ഭൂവാസികളെ ഏക സത്യദൈവമേയുള്ളൂ സികളെ ഏക സത്യദൈവമേയുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവം ഏകനാ. പിശാചുക്കൾ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്ന ഏകദൈവം, സത്യദൈവം, നിത്യദൈവം, ഈ കാണുന്ന സകല ചരാചരങ്ങളെയും നിർമ്മിച്ച ദൈവം. ഞാൻ ചിലയിടങ്ങളിൽ ചൊല്ലാറുണ്ട്, വേദവികാരത്തിന്റെ പ്രഥമ ഭാഗത്തുണ്ട്, യാതൊരു കാലത്തെയാണ് ആദിയായി നിർദ്ദേശിപ്പതിന് ആയതിനറുതിയില്ലാതുള്ള യുഗം മുമ്പും വീതരൂപനായി വിമലാഭനായി നിന്ന നീതി മഹാനീതിയെ ആദരാൽ വന്ദിക്കുന്ന. അടുത്ത ലൈന, സകല ലോകങ്ങൾക്കും ആദികാരണം ഇവൻ. ഈ കാണുന്ന സകലത്തിനും അവിടുന്ന് ആദികാരണം. സകല ലോകങ്ങൾക്കും ആദികാരണം ഇവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദ വന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ. അതാ ദൈവം. ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. അപ്പോൾ ഏകദൈവം, സത്യദൈവം, നിത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം. ആ ദൈവത്തെയാണ് 1-ാം അധ്യായത്തിൽ പരിചയപ്പെടുത്തുന്നത്. ആദിയിൽ ദൈവം. 1600 കൊല്ലം കഴിഞ്ഞപ്പോഴും ആ ദൈവത്തെ തന്നെയാ പറഞ്ഞേക്കുന്നത്. മാത്രമല്ല 1-ാം വാക്യത്തിൽ അടുത്ത പദം ഇങ്ങനെ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. വായിച്ചേ മോളെ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇച്ചിരി ചുണയോടെ വായിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവമായത് സൃഷ്ടിച്ചത്. 1600 കൊല്ലം കഴിഞ്ഞപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞേക്കുന്നത്, തിരുത്തണ്ടി വന്നിട്ടില്ല. വെളിപ്പാട് 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വായിക്കാം. വെളിപ്പാട് 4:11. പ്രിയമുള്ളവരെ, 4:11 അത് ലേഖനമായിരിക്കും വായിച്ചത്. അവിടെ ആ പ്രിയമുള്ളവരെ എന്നുള്ള സംബോധന. ആട്ടെ ബോബി പാസ്റ്റേ, മോളെ കൊണ്ട് മൈക്ക് കൊണ്ടൊന്ന് വായിപ്പിക്കാം. കാരണം വെളിയിരിക്കുന്നവർ അറിയണമല്ലോ ഇതിനകത്തുള്ളത് തന്നെയാണ്. ഒന്ന് വായിച്ചേ. നീ സർവവും സൃഷ്ടിച്ചവനും. കർത്താവേ എന്ന് ചേർത്ത് വായിര്. കർത്താവേ നീ സർവവും സൃഷ്ടിച്ചവനും. കർത്താവേ നീ സർവവും സൃഷ്ടിച്ചവനും. എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ. എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ. അപ്പൊ ശ്രദ്ധിച്ചേ, കർത്താവേ നീ സകലവും സൃഷ്ടിച്ചവനാ. അപ്പൊ ഉൽപ്പത്തി 1:1 പറഞ്ഞു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 1600 കൊല്ലം കഴിഞ്ഞ് വെളിപ്പാട് പുസ്തകം വന്നപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞേക്കുന്നത്, ദൈവം തന്നെ സൃഷ്ടിച്ചത്. അതാ ഈ പുസ്തകത്തിന് തിരുത്തേണ്ട ഗതികേട് വന്നിട്ടില്ല, വെട്ടേണ്ട ഗതികേട് വന്നിട്ടില്ല, തൂത്ത് കളയേണ്ട ഗതികേട് വന്നിട്ടില്ല. ഇത് ശ്രേഷ്ഠമേറിയ പുസ്തകമാണ്. ഇങ്ങനെ പറഞ്ഞാൽ ഒത്തിരി കാര്യം പറയാനുണ്ട്. ഇങ്ങനെയുള്ള ഈ പുസ്തകമാണ് 66 പുസ്തകങ്ങൾ അടങ്ങിയ സത്യവേദ പുസ്തകം. ഇതിലെ പഴയ നിയമ പുസ്തകം 39, പുതിയ നിയമ പുസ്തകം 27. അതിലെ പഴയ നിയമ പുസ്തകം 39 എണ്ണം 32 പേര് എഴുതിയതാണ്. പുതിയ നിയമത്തിലെ 27 പുസ്തകം 8 പേരാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്കും ചിലർക്ക് അറിയാം, 8 പേരിൽ 4 പേര് അപ്പോസ്തലന്മാരും 4 പേര് അപ്പോസ്തലന്മാരല്ല. ആ അപ്പോസ്തലന്മാരാരെന്ന് ചോദിച്ചാൽ മത്തായി, യോഹന്നാൻ, പത്രോസ്, പൗലോസ്, 4 അപ്പോസ്തലന്മാർ. 4 പേര് അപ്പോസ്തലന്മാരല്ല. അത് മർക്കോസ്, ലൂക്കോസ്, യൂദ, യാക്കോബ്. ഇങ്ങനെയാണ് 4 8 പേര്. 8 പേരാണ് പുതിയ നിയമത്തിലെ 27 പുസ്തകം എഴുതിയിരിക്കുന്നത്. അതിലെ ഈ പുതിയ നിയമ പുസ്തകങ്ങളെ തരംതിരിക്കുമ്പോൾ ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകങ്ങളാണ്. ചരിത്ര പുസ്തകം. അതിനുശേഷമായിട്ട് 21 ലേഖന പരമ്പരകളാണ്. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനം. ഒടുവിലായിട്ട് വെളിപ്പാട് പുസ്തകം. ഇങ്ങനെയാണ് ഈ പുസ്തകം തരംതിരിച്ച് പഠിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകങ്ങളാണ്. ആ ചരിത്ര പുസ്തകം 2 ആയിട്ട് പഠിക്കണം. ആദ്യത്തെ 4 പുസ്തകം യേശു ക്രിസ്തുവിൻ്റെ ചരിത്രം. അതാണ് മത്തായി സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ്, യോഹന്നാൻ. ഈ 4 പുസ്തകങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ചരിത്രം. ഒരു കാര്യം പറയട്ടെ, അവൻ നല്ല ചരിത്രം യേശുവിൻ്റെ ചരിത്രമാണ്.
അല്ലാത്ത ഒരെണ്ണത്തിൻ്റെയും ചരിത്രം അത്ര നല്ലതൊന്നുമല്ല. പുറകോട്ടിറങ്ങി ഒന്ന് ചിന്തിച്ചാൽ അത് നല്ല ചരിത്രം. പിന്നെ വിശേഷിച്ച് നമ്മുടെ ആരുടെയും ചരിത്രം പറയാതിരിക്കുന്നതാ നല്ലത്. നിങ്ങൾ മിണ്ടുന്നില്ല. നമ്മുടെ വീട്ടുകാരുടെയും അങ്ങ് പുറകോട്ടിറങ്ങി അധികം ചരിത്രം ഒന്നും തപ്പിയെടുക്കാതിരിക്കുന്നതാ നല്ലത്. അതെ, സത്യമായ കാര്യമാണ്. നിങ്ങൾ അംഗീകരിക്കത്തില്ലെങ്കിലും സത്യമാണ്. ഒരിക്കലെ ഒരാൾ കുടുംബചരിത്രമെല്ലാം പറഞ്ഞ് വീരസ്യം പറഞ്ഞപ്പോൾ ഞാനൊരു സദസ്സ് ഇരിപ്പുണ്ട്. എൻ്റെ അടുത്തിരുന്ന പുള്ളിയെ അറിയാം, എനിക്കറിയത്തില്ല. ഞങ്ങളുടെ ഫാമിലി ഇന്നതാണ്, ഞങ്ങളുടെ കുടുംബം ഇന്നതാണെന്നൊക്കെ പറഞ്ഞപ്പം അടുത്തിരുന്ന പുള്ളി എന്നോട് പറഞ്ഞു, അവൻ്റെ അമ്മയുടെ അനിയത്തി 3 പേരുടെ കൂടെ പോയ ചരിത്രം എനിക്കറിയാം. എങ്ങനെയുണ്ട്? അപ്പം ഞാനും നിങ്ങളുമൊക്കെ വലിയ വകുപ്പ് പറയുമ്പം പറയാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ കുടുംബത്തിൻ്റെ ചരിത്രവും നമ്മുടെ ചരിത്രവും പുറകോട്ടുള്ള ചരിത്രവും ഒന്നും പറഞ്ഞത്. വേറൊരാളൊരിക്കൽ ഞങ്ങളുടെ ഈ ദേശത്ത് ഞങ്ങളാണ് വലിയ ഫാമിലി, സ്വത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഒരാൾ അടുത്തിരുന്ന് പറയുക, എങ്ങനെയാ സ്വത്തുണ്ടാ എന്നറിയാം. ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. ഒരുത്തനെ കുരുമുളക് വിൽക്കാൻ വന്ന് ബാഗ് വെച്ച് മറന്നുപോയി. ഇവൻ്റെ വല്യപ്പൻ അത് അടിച്ചു മാറ്റി, അങ്ങനെ ഉണ്ടാക്കിയ കാശാണ്. ആ ചരിത്രം ഒന്നും എന്നെ കൊണ്ട് എന്നെ നിങ്ങളല്ല ഇങ്ങനെ ഇരിക്കുന്നേ. നമ്മുടെ ചരിത്രമൊന്നും അധികം പറയാതിരിക്കുന്നതാണ് നല്ലത്. മാനത്തിന് മുന്നേ മൗനം, അതാ നല്ലത്. വേറൊരാള് ചരിത്രമൊക്കെ പറഞ്ഞു അവൻ്റെ ചരിത്രമൊന്നും പറയണ്ട. ഞാൻ ചോദിച്ചാൽ എന്നാ സ്വത്തുമൊക്കെ ഉണ്ട്. പണ്ട് കാലത്ത് ഇവൻ്റെ വല്യപ്പൻ ചെമ്പിനകത്ത് വെച്ച് അവിടെ ജോലി ചെയ്തവനെ പുഴുങ്ങിയവനാണ്. അതുകൊണ്ടാണ് ഇതിനെല്ലാം വട്ട് പിടിച്ച് നടക്കുന്നെന്ന്. ആ കുടുംബത്തിൽ ഒത്തിരി വട്ട് കേസുണ്ട്. അപ്പം എന്നെ വിടുതൽ കിട്ടാത്ത പ്രവാചകന്മാരെല്ലാം വന്ന് പറഞ്ഞു, ഇന്ന് വിടുതലാണ്, നാളെ വിടുതലാണെങ്കിൽ ഇന്ന് സൈക്കിൾ ചവിട്ടും പോലെ തയ്യൽ മെഷീൻ നടത്തും പോലെ നിൽക്കുക. ഒരു വിടുതലും നടക്കുന്നില്ല. കാരണം ഈ ശാപം ഇങ്ങനെ കിടക്കുക. ചെമ്പിനകത്ത് വെച്ച് അവിടെ ജോലിക്ക് വന്ന് ഒരുത്തനുമായിട്ട് തർക്കം വന്നപ്പോൾ അവനെ ഇവൻ്റെ വല്യപ്പൻ ചെമ്പിനകത്ത് വെച്ച് പുഴുങ്ങി. അതാ ഒരാൾ പറഞ്ഞു, ആ ചരിത്രമൊന്നും എന്നെ കൊണ്ട് ഇപ്പം പറയിപ്പിക്കരുതെന്ന്. ഇതെല്ലാം ഞാൻ ഇരിക്കുമ്പം പറഞ്ഞതാ പല സന്ദർഭങ്ങളിൽ പലര്. അല്ല, നമ്മുടെ ചരിത്രവും ഇതൊക്കെ തന്നെ. അതുകൊണ്ട് എൻ്റെ നിങ്ങളുടെയും ചരിത്രമൊന്നും അധികം വിളമ്പാതിരിക്കുന്നതാ നല്ലത്. പിന്നെ ഏതാ നല്ല ചരിത്രം? യേശുവിൻ്റെ ചരിത്രം. എവിടെയും പറയാൻ കൊള്ളാവുന്ന ചരിത്രം, ആർക്കും കേട്ടിരിക്കാവുന്ന ചരിത്രം, കേട്ടാൽ വിടുതൽ നടക്കുന്ന ചരിത്രം, കേട്ടാൽ ആശ്വാസം ലഭിക്കുന്ന ചരിത്രം, അല്ല കേട്ടാൽ സൗഖ്യം വരുന്ന ചരിത്രം, കേട്ടാൽ സമാധാനം ഉണ്ടാകുന്ന ചരിത്രം, അല്ല കേട്ടാൽ നീക്കുപോക്കുണ്ടാകുന്ന ചരിത്രം. ആ ഒരൊറ്റ ചരിത്രം യേശുവിൻ്റെ ചരിത്രമാണ്. ഇന്ന് രാത്രി ആ ചരിത്രമാണ് ഇവിടെ അല്പമെങ്കിലും പറയാൻ പോകുന്നത്. അതാണല്ലോ ഈ ദിവസങ്ങളെല്ലാം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ പല നിലകളിൽ പറയുന്നതേ ഉള്ളൂ. നല്ല ചരിത്രം, കൊള്ളാവുന്ന ചരിത്രം, അപാകതയില്ലാത്ത ചരിത്രം, യാതൊരു ന്യൂനതയും പാളിച്ചകളും പോരായ്മകളും ഇല്ലാത്ത ചരിത്രം, നസറയനാകുന്ന യേശു ക്രിസ്തുവിന്റെ ചരിത്രം. അതന്നെ ആ ചരിത്രം ഈ ഭൂമിയിൽ ജനിച്ചപ്പോഴുള്ള ചരിത്രമല്ല, ജനിക്കുന്നതിന് മുമ്പേ ഉള്ള ചരിത്രമാണ്. ഞാനും നിങ്ങളും എല്ലാം ജനിച്ചു കഴിഞ്ഞ ആ ചരിത്രം. ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ ജാതകം എഴുതി. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ജാതകം. അത് ജനിച്ചു കഴിഞ്ഞാണ് എഴുതിയത്. അതാ എഴുതുന്നവരുടെയൊക്കെ ചെന്ന് സമയമൊക്കെ പറയണം. നമുക്ക് ഇഷ്ടമുള്ള സമയമൊന്നും പറഞ്ഞാൽ ഒക്കത്തില്ല. ആ വിനാടിക തെറ്റാതെ പറയണം. അപ്പോൾ അവരത് ഏത് നക്ഷത്രത്തിൽ ജനിച്ചെന്ന് നക്ഷത്രം മനസ്സിലാക്കി ജാതകം എഴുതും. ഇതെല്ലാം ജനിച്ചു കഴിഞ്ഞാൽ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ചരിത്രം പഠിച്ച് ജനിക്കുന്നതിന് മുമ്പേ ചരിത്രം എഴുതി വെച്ചിരിക്കുക. അതാ യേശുവിൻ്റെ ചരിത്രത്തിൻ്റെ വിശേഷത. ഞാനും നിങ്ങളും എല്ലാം ജനിച്ചു കഴിഞ്ഞാൽ ആ ചരിത്രം എഴുതി. തന്നെയല്ല, നമ്മളിപ്പോൾ ഒത്തിരി ചരിത്ര പുസ്തകമൊക്കെ വായിക്കുന്നുണ്ട്. മിക്കതും തെറ്റാണ്, ശരിയായ ചരിത്രമൊന്നുമല്ല. ചെല്ലുപറത്തില്ലേ പാപ്പച്ചൻ്റെ ജീവചരിത്രം ചുമ്മാതാ. പാപ്പച്ചൻ്റെ കുറച്ച് കാര്യം എഴുതുന്നുള്ളൂ. പാപ്പച്ചൻ്റെ എല്ലാ ചരിത്രവും അതിനകത്ത് എഴുതിയോ? എഴുതാൻ പറ്റുമോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ചെല്ലുമ്പോൾ അച്ചായൻ്റെ ചരിത്രം എഴുതാതിരിക്കുന്നതാ നല്ലത്. പിന്നെ അച്ചായൻ്റെ ചരിത്രം നമുക്കറിയത്തില്ലെങ്കിലും നാട്ടുകാർക്ക് ഇവിടുത്തെ ചരിത്രമൊന്നും അത്ര ശരിയല്ല. നിങ്ങൾ ചില ചരിത്ര പുസ്തകവും സഭാചരിത്രമൊക്കെ സഭയുടെ ചരിത്രമൊക്കെ എഴുതുന്നില്ലേ? സഭാചരിത്രം അതെല്ലാം ഓരോ സഭക്കാരും എഴുതുമ്പോൾ അവരുടെ സഭയാണ് ശരിയായ സഭയെന്ന് സ്ഥാപിക്കാൻ തിരികെ കയറ്റും. തർക്കവും വാദവും പ്രശ്നവും ഉണ്ടാക്കി വേറെ സഭയുണ്ടാകും. അതിനെപ്പറ്റി അതങ്ങനെ മറ്റേ സഭയുണ്ടായെന്ന് എഴുതുകയില്ല. അവിടെ എഴുതിയാൽ ഇതിനകത്ത് പ്രശ്നമുണ്ടെന്നുള്ള കാര്യം തെളിയും. അപ്പോൾ അവിടെ വരുമ്പോൾ എന്തുവാ എഴുതുന്നറിയാമോ? അങ്ങനെ ഇരിക്കുന്ന കാലത്തിൽ 82കളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ
ഉടലെടുത്തു. വിസ്താര ഭയത്താൽ അത് വിട്ടുകളയുന്നു. കാരണം അത് വിസ്തരിച്ചെഴുതിയാൽ അപ്പുറത്തെ സെൻട്രൽ പാസ്റ്റും ബിക്ക് മേടിക്കും, ഇപ്പുറത്തെ പുള്ളിയും ബിക്ക് മേടിക്കും. ആ ഏരിയയിലെ പുള്ളിക്കും ബിക്ക് കൊള്ളും, ഈ ഏരിയയിലെ പുള്ളിക്കും ബിക്ക് കൊള്ളും. നിങ്ങൾക്ക് മനസ്സിലാകാതെയാണോ എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ? ഇവിടുത്തെ ചരിത്രം ഒന്നും ശരിയല്ല. എന്നാൽ നല്ല ചരിത്രം, കേൾക്കാൻ കൊള്ളാവുന്ന ചരിത്രം, ഇമ്പമേറിയ ചരിത്രം അത് യേശുവിൻ്റെ ചരിത്രമാണ്. അതെന്താ? അവിടുന്ന് ജനിക്കുന്നതിന് മുമ്പേ അവിടുത്തെ പറ്റി എഴുതി വെച്ചിരിക്കുക. 3 വാക്യം വായിക്കാം. എല്ലാ വാക്യവും വായിക്കാൻ നേരമില്ല. 10 പറഞ്ഞെങ്കിലും 10 വരെ പോകുന്നില്ല. നോക്കട്ടെ. 3 വാക്യം വായിച്ചോ. യെശയ്യാ പ്രവചനം 7:14, 9:6, മീക 5:2. എല്ലാം എടുക്കാൻ നേരമില്ല. വായിച്ചോ മോളെ. യെശയ്യാ പ്രവചനം 7:14 വായിച്ചേ മോളെ. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും. മിശിഹാ തമ്പുരാൻ ജനിക്കുന്നതിന് 100-700 കൊല്ലം മുമ്പ് ചരിത്രം എഴുതി വെച്ചിരിക്കുക ആത്മാവിൽ. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. പിന്നെ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. പിന്നെ തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. ഞാനിപ്പോ അത് തൊടുന്നില്ല. എന്തിനാ തൈരിന്റെ കാര്യമൊക്കെ? സ്തോത്രം. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഇത് നസറയനാകുന്ന യേശു ക്രിസ്തു ജനിക്കുന്നതിന് 100-700 കൊല്ലം മുമ്പ് അവിടുത്തെ ചരിത്രം എഴുതി വെച്ചിരിക്കുക. കന്യകാസുതനായി ധരയിൽ വന്നുദിച്ച ധന്യനിമ്മാനുവേൽ ഇവൻ താനേ. കന്യകാസുതനായി ധരയിൽ വന്നുദിച്ച ധന്യനിമ്മാനുവേൽ ഇവൻ താനേ. സമയമില്ലാത്തോണ്ട് എല്ലാം പാടുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കുക, അവിടുന്ന് കന്യാസൂനുമായി ഈ ഭൂമിയിൽ അവതരിക്കും ജനിക്കുന്നതിന് 700 കൊല്ലം മുമ്പ്. മോളെ 9:6 വായിച്ചോ. 9:6. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. പിന്നെ നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. പിന്നെ ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഇത് നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ പറ്റിയായി പ്രവചനം. അതും എത്രയോ കൊല്ലം മുമ്പ് എഴുതി വെച്ചിരിക്കുക. മാത്രമാണോ അവിടുന്ന് എവിടെ ജനിക്കും? അത് മീഖായെ കൊണ്ട് പറഞ്ഞു. വായിച്ചേ മോളെ. 5:2 മീഖ 5. ഇതെല്ലാം നമുക്ക് അറിവുള്ള വാക്യമാ, എങ്കിലും ഒന്ന് ഓർപ്പിക്കുന്നതേ ഉള്ളൂ. വായിര് 5:2. നീയോ ബെത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന്. അപ്പോൾ ക്രിസ്തുയേശു എവിടെ ജനിക്കും? അതും ജനിക്കുന്നതിന് മുന്നേ എഴുതി വെച്ചിരിക്കുക. അതാ ഞാൻ പറഞ്ഞ ഏറ്റവും നല്ല ചരിത്രം യേശു ക്രിസ്തുവിന്റെ ചരിത്രമാണ്. എവിടെ ജനിക്കും, എങ്ങനെ ജീവിക്കും, എവിടൊക്കെ പോകും, എന്തൊക്കെ ചെയ്യും, ഇതെല്ലാം ചരിത്രം നേരത്തെ ജനിക്കുന്നതിന് മുന്നേ എഴുതി വെച്ചിരിക്കുക. അപ്പോൾ ഏറ്റവും നല്ല ചരിത്രം യേശു ക്രിസ്തുവിൻ്റെ ചരിത്രമാണ്. ആ ചരിത്രമാണ് ആദ്യത്തെ 4 പുസ്തകം: മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. യേശു ക്രിസ്തുവിൻ്റെ ചരിത്രം. അടുത്തത് 5ാമത്തെ ആ ചരിത്ര പുസ്തകം അപ്പോസ്തല പ്രവൃത്തി എന്ന പുസ്തകമാണ്. അത് ചരിത്ര പുസ്തകം. ആ ചരിത്രം ഏതെന്ന് ചോദിച്ചാൽ ആദിമ സഭയുടെ ചരിത്രമാണ്. ആദിമസഭ. ഏതാ സഭ? ഓരോ ആൾക്കാരും പറഞ്ഞത് ഞങ്ങളുടേതാ ശരിയായ സഭയെന്ന, കത്തോലിക്കരായ സഹോദരങ്ങൾ പറഞ്ഞത് ശരിയായ സഭ കത്തോലിക്ക സഭ എന്ന. തിരുസഭ റോമിലെ വത്തിക്കാനിൽ ബഹുമാനനായ പോപ്പിന്റെ കീഴിൽ ലോകമെമ്പാടും വിശുദ്ധമായി പടർന്ന് പന്തലിച്ച് കിടക്കുന്ന സഭ കത്തോലിക്ക സഭ. കത്തോലിക്കാന്ന് തന്നെ അവര് ചെന്ന് പറയുന്നത് തിരുസഭയെന്നേ പറയുള്ളൂ. അപ്പോൾ അവർ പറയുന്നത് ശരിയായ സഭ തിരുസഭയാണെന്ന്. അതിൻ്റെ ചരിത്രമാണ് ചിലരുടെ ധാരണ. ഏതാ? അപ്പോസ്തല പ്രവൃത്തി അല്ല, കത്തോലിക്കരുടെ ചരിത്രമല്ല. അപ്പൊ യാക്കോബക്കാർ പറയുന്നത് അവരുടെ ചരിത്രം. പിന്നെ ഞങ്ങളാ പാടിയത് ഓർത്തഡോക്സ്. കാരണം അന്ത്യോക്യയുടെ കീഴിൽ അവിടെ വെച്ചാന്നല്ലോ ആദ്യം ക്രിസ്ത്യാനി എന്ന് പേര് വന്നത്. അപ്പൊ ഞങ്ങൾക്ക് ആ പാരമ്പര്യം അന്ത്യോക്യ. ഈയിടെയും പോയി വാഴിച്ചു വെച്ചൊക്കെ വന്നിരിക്കുക. ആയിക്കോട്ടെ. അപ്പൊ അവര് പറയുന്നത് ഞങ്ങളാ ശരിയായ സഭ, കത്തോലിക്കരല്ല, പാരമ്പര്യം ഞങ്ങൾക്ക് അന്ത്യോക്യ.
അപ്പോൾ പത്രോസിന്റെ സിംഹാസനമൊക്കെ അവിടെ ഉണ്ടെന്ന വേദപുസ്തകം പഠിച്ചാൽ ഇതുങ്ങൾക്ക് കൊരണ്ടി പോലും ഇല്ലായിരുന്നു. പിന്നെ ആ സിംഹാസനം അത് വേറൊരു വിഷയം നിൽക്കട്ടെ. അങ്ങനെ എഴുതിയേക്കുന്നത് ഈ നാഴിക വരെ ഞങ്ങൾക്ക് ഉടുപ്പാനും ഉണ്മാനും ഇല്ലാതെ സ്ഥിരവാസം കൂടാതെ. മോളെ ചിലക്ക് സംശയം വായിച്ചേ 4:10 കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 10 മുതൽ വായിച്ചേ. കൊരണ്ടി ഉണ്ടോ, സ്റ്റൂളുണ്ടോ, തുണിയുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാമല്ലോ. വായിരെ. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ. ഞങ്ങൾ ബലഹീനർ, ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ. ഞങ്ങൾ മഹത്തുക്കൾ. ഒന്നുകൂടെ വായിച്ചേ. നിങ്ങൾ മഹത്തുക്കൾ. അങ്ങനെ വായിര്. നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനർ. ഞങ്ങൾ മാനഹീനർ. അടുത്തത് ഈ നാഴിക വരെ ഞങ്ങൾ ബഹുവചനമാ എഴുതിയ പൗലോസും ശേഷമുള്ള അപ്പോസ്തലന്മാരും എന്ന് സാരം. അതാ ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നു. അപ്പോസ്തലന്മാർ ആദിമകാലത്തെ മിക്കപ്പോഴും വിശപ്പാ. അതുകൊണ്ടല്ലോ ആരുടെയോ വയലിറങ്ങി കതിര് പറിച്ച് തിരുമ്മി തിന്നത്. വിശന്ന് ഊപ്പാട്. ഇന്നത്തെ അപ്പോസ്തലന്മാർക്ക് വിശപ്പ് എന്ന് പറഞ്ഞ എന്നാന്ന് പോലും ചുമ്മാ ഇരിക്കുമ്പോൾ നട്ട്സ് കഴിച്ചുകൊണ്ടിരിക്കുക. ഇന്നാളൊരാൾ അനുശോചനം വേറൊരു രാജ്യത്തിരുന്ന് പറയുന്നു, ചായൻ കടന്നു പോയതിൽ ദുഃഖമുണ്ട്. ഉണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ? നിങ്ങൾ കണ്ടു അല്ലയോ? ആയിക്കോട്ടെ, എല്ലാം കാണുന്നുണ്ടല്ലോ. അപ്പോൾ ജോസ് തന്നെ ഇരുത്തി ഒരു ചിരിച്ച്. ജോസ് കണ്ടില്ലയോ? കണ്ടു കാണും. ജോസായിരിക്കും ആദ്യം കാണുന്നേ. അതാണ്. അപ്പൊ ശ്രദ്ധിച്ചേ, ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർക്ക് മിക്കപ്പോഴും വിശപ്പാ. അതുകൊണ്ടല്ലയോ ശീമോന്റെ വീട്ടിൽ ചെന്ന് കൈ കഴുകാതെ ഭക്ഷണം. വിശന്നിട്ടായിരിക്കും കൈ കഴുകുക. പിന്നെ സമയം ഇല്ലല്ലോ. നമ്മുടെ ആൾക്കാർ കല്യാണത്തിന് പോയി കൈ കഴുകാനാ കഴിക്കുന്നത്. കഴിച്ചേച്ച് പറയും വെള്ളം എവിടാന്ന്. അപ്പം മനസ്സിലായി കഴുകാതാവന്ന്. കഴുകിയേച്ചാന്നെങ്കിൽ നേരെ കഴിച്ചേച്ച് അങ്ങോട്ട് കഴുകിയെടുത്തോട്ട് പോയാൽ പോരെ. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? കഴിച്ചേച്ച പറഞ്ഞ് വെള്ളം. ഞാൻ കണ്ടിട്ടുണ്ടോ? ചെല്ല്. പിന്നെ അതുമില്ല, തുടച്ചേ ചെല്ല്. ഇപ്പം തുടയ്ക്കാനുണ്ടല്ലോ. ഇപ്പം എല്ലാം അങ്ങ് തുടയാന്നല്ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർക്ക് വിശപ്പാ. കഴിക്കാനൊന്നും എപ്പോഴും കിട്ടുകയല്ല. പിന്നെ ചിലര് അത്താഴത്തിനോ മുത്താഴത്തിനോ ഒക്കെ വിളിക്കും. ചിലര് വിളിക്കും. ശിമോന്റെ വീട്ടിലൊക്കെ അതുകൊണ്ടാണ് വിളിച്ചത്. കൈ കഴുകാനും ഭക്ഷണം കഴിച്ചെന്ന. അപ്പം മിക്കപ്പോഴും അല്ല, ഇവരുടെ നായകന് ഒരിക്കൽ വിശന്നല്ലോ. വിശന്നിട്ടല്ലയോ അത്തിയെ നോക്കിയത്. ഇതായിരുന്നു ആദിമ നൂറ്റാണ്ടിൽ. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലെന്ന്. നമുക്കാണ് ഇഷ്ടം പോലെ. ഇതാന്ന് ഒത്തിരി ഉണ്ട്. കഴിഞ്ഞ ദിവസം ചോദിച്ചു എന്തിനാ ഇതിനും വേണ്ട വന്ന്. ഞാൻ പറഞ്ഞു ഇത്ര ഇട്ടിട്ടുണ്ടെന്ന് ഒക്കുന്നില്ല. ഇത്ര ഇട്ടിട്ട് തന്നെ ഒക്കുന്നില്ല. ആദിമ നൂറ്റാണ്ടില് ഉടുപ്പാനൊന്നുമില്ല. വലിയത് പ്രതികൂലമാണ്. ദൈവത്തിൻ്റെ മഹത്വം. അന്നേരമായി ഇവിടെ ഓരോരുത്തർ പറയുന്നത് പത്രോസിൻ്റെയും പൗലോസിൻ്റെയും തോമാസിൻ്റെയും ഒക്കെ തുണി ഇഷ്ടം പോലുണ്ട്. ഇച്ചിരി ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. ഇച്ചിരി ഞങ്ങൾ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അന്നാമ്മയുടെ തുണിയും പത്രോസിൻ്റെ ഇതിനും വേണ്ട തുണി അവർക്കില്ലായിരുന്നെന്നാണ് എഴുതിയേക്കുന്നത്. ഉടുക്കാനില്ലാതെയും കുത്തുകൊണ്ടും എന്തുവാ രണ്ടുപേരുടെ ഇരുന്ന് പറയുന്നത്. ഏതാണ്ട് തുണി കൂടുതലുണ്ടെന്നാന്നോ ഇല്ലെന്നാന്നോ ഏതാണ്ട് പറഞ്ഞു കൊടുത്തു. പ്രസംഗം തെറ്റിയെന്നോ മിക്കവാറും തല്ലുകൊള്ളുവെന്നായിരിക്കും. നമ്മൾ മിക്കവാറും തല്ലുകൊള്ളാൻ സാധ്യത ഉണ്ടെന്നാന്നോ എന്തോ തെറ്റിയെന്നാന്നോ. എന്തായാലും ആട്ടെ ഇരിക്കുക. നമുക്ക് കൊള്ളുകാരനെ വീതിച്ചെടുക്കാം. അല്ല ഇപ്പൊ എന്നാ ചെയ്യുന്നു? മോള് വായിക്കും. കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെ. അതാ ഞാൻ പറഞ്ഞു സ്വന്തമായിട്ട് സ്ഥലവും ഒന്നുമില്ല. സ്ഥിരവാസം കൂടാതെയും. അന്നാരാ പറഞ്ഞ അന്ത്യോക്യ സിംഹാസനമുണ്ട്, അവിടെ സിംഹാസനമുണ്ട്, ഇവിടെ ഉണ്ടെന്ന്. സ്ഥിരവാസം കൂടാതെ നിങ്ങൾ നടക്കുന്നത്. അപ്പൊ ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷകളും രീതികളും ഇങ്ങനെ. അപ്പൊ ആദിമ സഭ ഏതാ സഭ? കത്തോലിക്കരാകുന്ന സഹോദരങ്ങൾ പറയുന്നത് തിരുസഭ കത്തോലിക്ക സഭയാന്ന. അപ്പൊ അവരെ കടത്തിവിട്ട് യാക്കോബ ഓർത്തഡോക്സുകാർ പറഞ്ഞ് അവർക്ക് പാരമ്പര്യമില്ല. പാരമ്പര്യം ഞങ്ങൾക്ക് അന്ത്യോക്യ എന്ന് ഞങ്ങളാണ്. അപ്പൊ ഇവരെ കടത്തിവിട്ട് വേറെ സഭക്കാർ പറയുന്ന അപ്പോസ്തല പ്രവൃത്തിക്കകത്തെ സഭയുടെ ചരിത്രം ഞങ്ങളുടെ സഭയാ മാർത്തോമാ സഭ. ഈ ഏരിയയിൽ അധികമില്ല, അങ്ങോട്ടൊക്കെ ഉണ്ട് മാർത്തോമാ സഭ. 52 തോമാസിലേക്ക് ഇവിടെ അടുത്താ വന്നെന്ന് പറയുന്നത്. കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നു. 52 ഇവിടെ വന്നു. 4 ബ്രാഹ്മണ കുടുംബത്തെ മുക്കി. കള്ളി, കാളികാവ്, ശങ്കരപുരി, പകലോമറ്റം. അതിലൊരു ശാഖയാണ് വരാപ്പുഴ പാർത്തത്. അതിൻ്റെ ഒരു ശാഖ കുമ്പനാട്ടോട്ട് പോയി. വേറൊരു ശാഖ റാന്നി സൈഡിലോട്ട്. അങ്ങനെയൊക്കെയാണ് ഒപ്പിച്ച് വെച്ചേക്കുന്നത്. അതിൻ്റെ എല്ലാവരുടെ ആദ്യം കുറവിലങ്ങാട്ടോട്ടാണ് പോയത്.
നിങ്ങൾക്കിതൊന്നും കേട്ടിട്ടില്ലയോ? കുറവിലങ്ങാട്ട് ഇതെല്ലാം ഇങ്ങനെ പറയുന്നത് ചരിത്രം. അപ്പോൾ 52 തോമാച്ചൻ വന്നെന്ന്. അപ്പോൾ തോമാച്ചൻ വന്നതിനെ വിശ്വസിക്കാത്ത ആൾക്കാർ പറഞ്ഞ് ആ തോമാച്ചൻ അല്ല വന്നത്, 345 വേറൊരു തോമാച്ചൻ വന്നു, അത് അക്കനായി തൊമ്മൻ. ആ തോമാച്ചൻ ഇല്ല, അങ്ങനല്ലയോ പറയുന്നേ? കൂടുതലും ആ സഭക്കാരാ അത് പറയുന്നത്. അതെ, എന്നാന്ന് പുള്ളിക്കും എനിക്കും അറിയാം എന്നാ. സ്തോത്രം. അതാ ഞാനൊരിക്കൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ചോദിച്ചു, അവർ നിങ്ങളുടെ കൂടെ? അവർ മറ്റേതാ, ഞങ്ങൾ അവിടുന്ന് വന്നതാണ്. എങ്ങനെയുണ്ട്? അവർ മറ്റേതാ, ഞങ്ങൾ ഒന്നും നിങ്ങൾക്കറിയാമല്ലോ, ഇതുപോലെ പച്ചപരമാർത്ഥികൾ വന്നിരിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അപ്പം അവർ പാട്ടുമൊക്കെ പാടും. കൊടുങ്ങല്ലൂർ വന്നത് ഒത്തുതീരിച്ചവർ കപ്പൽ കയറി, അവിടുന്ന് ആ പാട്ട് കേട്ടിട്ടില്ലേ? പിന്നെ ഒത്തുതീരിച്ചവർ കപ്പൽ കയറി അത് വായിക്കുന്നു. ജോസ് പാട്ടുകാരത്തികൾ ക്ഷീണിക്കുവന്ന, തവലടിക്കുന്നവർ ക്ഷീണിക്കുവന്നില്ല. ഒത്തുതീരിച്ചവർ കപ്പൽ കയറി, അത് അതിനകത്തില്ല. വേറെ മലനാട് നോക്കി പുറപ്പെട്ടാറ്, കൊടുങ്ങല്ലൂരങ്ങീത് വന്നിറങ്ങി, കൊച്ചിലാഴി മൂകം കണ്ടവാറ്, 7-4 വെടിയും വെച്ച് വെടിവെച്ചു ഗോപുരം കയറുന്ന പോൽ ശിപ്പായിമാരവർ വിളികൊള്ളുന്നു, പള്ളിത്തണ്ടിന്മേൽ കൊടിയും കൂത്തി വെടിവെച്ചു ഗോപുരം കയറുന്ന പോൽ. എല്ലാം പാടാൻ നേരമില്ലാതെ, സമയമില്ലാത്തതുകൊണ്ടാ. വെട്ടത്ത് മന്നനുണ്ട്, ചെമ്പകശ്ശേരിയുണ്ട്, പിന്നെ വേറൊരു വരിയുണ്ട്. ഉറകാമാർ യൗസേപ്പ് എഴുന്നള്ളുന്നു. യൗസേപ്പ് ഉറകാമാർ യൗസേപ്പ് എഴുന്നള്ളുന്ന, കത്തങ്ങൾ 4 അരികിലുണ്ട്, ചെമ്മാച്ചന്മാരവർ കൂടെയുണ്ട്. കത്തങ്ങൾ 4 അരികിലുണ്ട്, ചെമ്മാച്ചന്മാരവർ കൂടെയുണ്ട്. തൊമ്മൻ കീനാനവൻ കനായി തൊമ്മൻ. അതാണ്. അപ്പൊ അവര് പറയുന്നത് ഇതൊന്നുമല്ല സഭ. കേരളത്തിലെ സഭകളെല്ലാം തകർന്ന് നശിച്ചു പോയപ്പോൾ തോമാച്ചൻ വന്ന് ഈ സഭയെല്ലാം ബലപ്പെടുത്തിയെന്ന അവരുടെ അവര് പറയുന്നത് ഞങ്ങളുടെ ചരിത്രമാണ് അല്ല. അപ്പൊ ചെല്ല് പറയുന്നത് ഇത് ഇവാഞ്ചലിക്കാര് CMS CSIക്കാരുടെ ചരിത്രമാണ്, അപ്പോസ്തലപ്രവൃത്തി അല്ല. ബ്രദറുകാര് പറയുന്നത് ബ്രദർ അസംബ്ലിയുടെ ചരിത്രമാണ്, അപ്പോസ്തലപ്രവൃത്തി 2. തെളിച്ച് പറയുന്നില്ലെങ്കിലും പറഞ്ഞു വരുമ്പം ഒപ്പിക്കുന്നത് അങ്ങനെ. അവരെല്ലാം കടത്തി വെട്ടിക്കൊണ്ട് പെന്തിക്കോസുകാർ പറയുക ഇവരുടെ ആരുടെയും ചരിത്രമല്ല. 120 പേര് ഞങ്ങൾ പെന്തിക്കോസുകാരൊന്നിച്ച് കൂടിയിരുന്നു. 2 പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഞങ്ങൾ പെന്തിക്കോസായി. ഞങ്ങളുടെ ചരിത്രമായി ഇതിനകത്ത് ഇവരുടെ ആരുടെയും ചരിത്രമല്ല. ഈ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലെ ചരിത്രം രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ചരിത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഏതാ സഭ? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് യേശുവിന്റെ പാപത്തിന് വേണ്ടി മരിച്ചുവെന്നും യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം എൻ്റെ സകല പാപങ്ങൾ മോചിക്കുമെന്ന് വിശ്വസിച്ച് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരുടെ കൂട്ടമാണ് ദൈവസഭ. ആ സഭയുടെ ചരിത്രമാണ് അപ്പോസ്തലപ്രവൃത്തി അധ്യായങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകം, പിന്നെ ലേഖനങ്ങളാണ്. ലേഖനം 21 ഉണ്ട്. 21 ലേഖനങ്ങൾ ഉപദേശങ്ങളാണ്, മുഴുവൻ ഉപദേശമാണ്. റോമാലേഖനം വിശ്വാസത്താൽ നീതീകരണമാണ്, ഉപദേശം. നീതീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ വിശുദ്ധീകരണമാണ് കൊരിന്ത് ലേഖനം. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ സ്വാതന്ത്ര്യമാണ് ഗലാത്യ ലേഖനം. സ്വാതന്ത്ര്യം പ്രാപിച്ച വിശുദ്ധന്മാരുടെ സ്ഥാനമാനമാണ് എഫേസ്യ ലേഖനം. സ്ഥാനമാനം പ്രാപിച്ച വിശുദ്ധന്മാരുടെ സന്തോഷമായി ഫിലിപ്പിയ ലേഖനം. സന്തോഷത്തിൻ്റെ ആധിക്യമുള്ള വിശുദ്ധന്മാർക്കുള്ള പ്രത്യാശയാണ് തെസ്സലോനിക്ക ലേഖനം. ആ പ്രത്യാശയുള്ള ദൈവമക്കൾ പ്രമാണത്ത് നിൽക്കണം. അതാണ് തിമത്തിയോസും തീത്തോസിൻ്റെ ലേഖനം. അങ്ങനെ പ്രമാണത്ത് നിൽക്കുന്നവർക്ക് സ്വതന്ത്ര സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളവരായി മുമ്പോട്ട് പോകണം. അതൊക്കെയാ ഈ തീത്തോസിൻ്റെ ഫിലേമൻ്റെ ലേഖനമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ദൈവം ഒന്ന് കരുതി വെച്ചിട്ടുണ്ട്. എബ്രായ ലേഖനം ഏറ്റവും നല്ലതൊന്ന് മുൻകരുതി, കരുതലുകളാണ്. അങ്ങനെ കരുതലുള്ള ദൈവമക്കൾ പ്രവർത്തിയിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തണം. അതാ യാക്കോബിന്റെ ലേഖനം. അങ്ങനെ പ്രവർത്തിയിൽ ഉത്സുകരായി പോകുന്ന ദൈവമക്കൾ സ്തോത്രം ദൈവസ്നേഹത്തിൽ അടിയുറച്ചു നിൽക്കണം. അതാണ് യോഹന്നാന്റെ ലേഖനം. അതിനു മുമ്പ് സ്തോത്രം പ്രത്യാശയുടെ കൊടുമുടിയിൽ എത്തിക്കുന്നത് ആ പത്രോസിന്റെ ലേഖനം.
അതിനുശേഷമായിട്ട് ദൈവസ്നേഹത്തിൽ നിൽക്കേണ്ടതാ യോഹന്നാന്റെ ലേഖനങ്ങൾ. അങ്ങനെ സ്നേഹത്തിൽ നിൽക്കുന്ന ഈ വിധത്തിൽ നീതീകരിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് സ്വാതന്ത്ര്യത്തോടെ സ്ഥാനമാനം കാത്ത് സന്തോഷത്തോടെ സ്വന്തം പ്രത്യാശയോടെ പ്രമാണത്തോടെ ദൈവിക കരുതലുകൾ അനുഭവിച്ച് സ്വന്തം പ്രവൃത്തിയിൽ ആ യേശുവിനെ വെളിപ്പെടുത്തി പ്രത്യാശയോടെ സ്വീകാര്യം മുറുകപ്പെടുത്തി ദൈവസ്നേഹത്തിൽ നിലനിൽക്കുന്ന ദൈവമക്കൾക്ക് തരുന്ന ഒടുവിലത്തെ ലേഖനമായ യൂദായുടെ ലേഖനം വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിക്കും. ഇതാണ് 21 ലേഖനങ്ങൾ മുഴുവൻ ഉപദേശങ്ങളാണ്. ഒടുവിലായിട്ട് മറഞ്ഞിരുന്ന വിഷയമെല്ലാം കൂടെ മറമാറ്റി വെളിപ്പെടുത്തിയ വെളിപ്പാട് പുസ്തകം. ഇങ്ങനെയായി പുതിയ നിയമത്തിലെ 27 പുസ്തകം. ദൈവത്തിൻ്റെ മഹത്വം. നമ്മൾ ഇന്ന് രാത്രി അതിലെ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യമാണ് വായിച്ചത്. മോളെ ഒന്നുകൂടെ വായിച്ചു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം. അപ്പൊ ശ്രദ്ധിക്കുക, തനിക്കുള്ളവയൊക്കെ പുറത്തു കൊണ്ടുപോകും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിന് ആവശ്യമുള്ളതിനെ എല്ലാം ദൈവം സമയമാകുമ്പോൾ പുറത്തെടുക്കും. യോഹന്നാന്റെ സുവിശേഷം ഒന്നുകൂടെ ചില കാര്യം പറയാം. യോഹന്നാന്റെ സുവിശേഷം ഈ ദിവസങ്ങളിൽ എനിക്ക് സന്തോഷം തോന്നി. സുവിശേഷ മഹായോഗം ചിലയിടത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള പേരുകൾ ഡുനാമീസ്, പവർ, ഫയർ, പിന്നെ തീമഴ, അഗ്നിമഴ, കൽമഴ, പെരുമഴ, ഉത്സവം, ഉത്സവ്, അങ്ങനെയൊക്കെയുള്ള പദങ്ങളാണ്. മീൻ പിടിക്കാൻ പോകുന്നതിനോട് പറയാം ഡുനാമീസ്. കൊയ്യാൻ പോകുന്നത് അള്ളയോട് പറയോ ഡുനാമീസ്. അള്ളവിൻ്റെ കയറിയ ആളും കണ്ട് ഏതാണ്ട് സാധനമാണെന്ന് മനസ്സിലായി. സുവിശേഷ യോഗം മനസ്സിലാകും എന്തുവാ ഇവിടെ നടക്കുന്നെന്ന്. സുവിശേഷം. അപ്പൊ അതുകൊണ്ട് ഇന്ന് രാത്രി 1-2 കാര്യം പറയാ. എന്താണ് ഈ സുവിശേഷം? ചില ആൾക്കാർ ധരിച്ചു വച്ചിരിക്കുന്നത് മതം മാറ്റുന്നത് ആ സുവിശേഷം അല്ല. ചിലർ ധരിക്കുന്നത് സഭ മാറുന്നത് ആ സുവിശേഷം അല്ല. ചില ആൾക്കാർ ധരിച്ചിരിക്കുന്നത് ഈ സംഘടന മാറുന്നത് ആ സുവിശേഷം അല്ല. സഭ മാറുന്നതല്ല, സംഘടന മാറുന്നതല്ല, മതം മാറുന്നതൊന്നുമല്ല സുവിശേഷം. നാട്ടുകാരുടെ സ്വൈര്യം കെടുത്തുന്നതുമല്ല സുവിശേഷം. നമ്മൾ സാങ്ഷനൊക്കെ ചെല്ലുമ്പോൾ ഇവിടെ 10 മണി കിട്ടിയത് വലിയ അത്ഭുതമാകട്ടോ. ആ പോലീസ് അധികാരികളെ ദൈവം സഹായിക്കട്ടെ. അല്ല, അവിടോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് 9 തരുവുള്ളൂ. മറ്റവർക്കൊക്കെ 11-യും 12 കൊടുക്കുന്നുണ്ടോ എന്ന് തന്നെ ആർക്കറിയാം. അതെ, കൊടുക്കുന്നുണ്ടോ കിട്ടിയോ ആര് ചോദിക്കാനാ, ആര് പോകാനാ? ഒരു രാജ്യത്താ പല നീതിയാ, പല ന്യായമാ. പിന്നെ നമുക്ക് തിരുവചനത്തിൽ ഉറപ്പുള്ളത് കൊണ്ട് മനസ്സിലായി ഇവിടെ ആർക്കും ഇനി നീതിയൊന്നും കിട്ടത്തില്ല. പിന്നെ കിട്ടും, നീതിയുള്ളൊരു ഭരണകർത്താവ് വരും, അന്നേ നീതി കിട്ടും. പിന്നെ ഒരു പരുവത്തിനൊക്കെ പോകുക, അല്ലാതെ ഇനി രക്ഷയൊന്നുമില്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നാട്ടുകാരുടെ സ്വൈര്യം കെടുത്തുന്നതല്ല സുവിശേഷം. നിങ്ങൾ ചില സ്ഥലങ്ങളിലൊക്കെ ചെന്നേ വണ്ടി ഓടിച്ചുമ്പോൾ റോഡ് ബ്ലോക്ക് ആക്കുക, റോഡ് തടഞ്ഞു, നമ്മൾ അത്യാവശ്യത്തിന് പോവുക. ചിലപ്പോൾ ആശുപത്രി പോകുന്നവർ കാണും, മറ്റ് ബത്തപ്പാട് പോകുന്നവർ കാണും, ട്രെയിൻ കയറേണ്ടവർ കാണും, എയർപോർട്ടിൽ ഉടനെ അങ്ങ് തടഞ്ഞു. അവരങ്ങ് തടഞ്ഞു. മെയിൻ റോഡിൻ്റെ നടുക്ക് ഓരോ സാധനമൊക്കെ വെച്ചേക്കുക. സാധനത്തിൻ്റെ പേരൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട, കാണുമ്പോൾ അറിയാവില്ല എന്നൊക്കെ സാധനമാണ്. എല്ലാം അങ്ങ് വെച്ച് നമ്മളെ അങ്ങ് തടഞ്ഞു. എന്നിട്ട് വേണം ആ ഉള്ള മുണ്ട് ആ 2 സഹോദരിമാർ ഏതാണ്ട് പറയുന്നില്ല. ഇപ്പോഴാണോ വർത്തമാനം പറയുന്നത്? 2 പേരും എന്നാ പറയുന്നത്? നിങ്ങൾ 2 ഏതാണ്ട് പറഞ്ഞു. ഞാൻ കണ്ടു പറഞ്ഞത്, കള്ളം പറയരുത്, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. പ്രസംഗം മോശമാണെന്നാണോ? പിന്നെ റോഡിന് നടുക്ക് വെച്ച എന്നതാണോ? അത് 2 എന്ന് അവർക്ക് അതാ അറിയേണ്ടത്. നടുക്ക് വെച്ചത് എന്നാ? നടുക്ക് വെച്ചത് ചക്കരയും തേങ്ങായും കൊഴുക്കട്ടയുടെ നടുക്ക് വെക്കുകയല്ലേ. അപ്പൊ ശ്രദ്ധിച്ചേ, റോഡ് ബ്ലോക്ക് ചെയ്യുന്നതല്ല സുവിശേഷം. വടിവാള് കറക്കി, ആയുധം കറക്കി, ഭീഷണിപ്പെടുത്തി മതത്തിൽ ചേർക്കുന്ന നല്ല സുവിശേഷം. തോക്ക് ചൂണ്ടി ഞങ്ങളുടെ മതത്തിൽ ചേർന്നില്ല നിന്നെ ഇപ്പൊ ഷൂട്ട് ചെയ്യും, അതല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല, ഭീഷണിയല്ല, തിരിച്ചടിയല്ല, പ്രതികരിക്കുന്നതുമല്ല. സുവിശേഷം എന്ന് പറയുന്നത് സഭ മാറ്റുകയല്ല, മതം മാറ്റമല്ല. ആരുമൊക്കെ പറയുന്നു കഞ്ഞിയും കാശും കൊടുത്ത് ആൾക്കാരെ കൂട്ടുന്നു, കൊള്ളാൻ. ഞാൻ പറഞ്ഞു ചോറ് കൊടുത്തിട്ട് പോലും ഏൽക്കുന്നില്ല, പിന്നെ ആ കഞ്ഞി ഇപ്പം ആർക്ക് വേണം? കഞ്ഞി ചോറ് നല്ല ഒന്നാന്തരം നെന്മയും കൊടുത്തിട്ട് പോലും എന്നിട്ടും കഴിച്ചയച്ച് തൃപ്തി ഇല്ലാതാ പോകുന്നത്.
ഓ, നമ്മൾ ചോദിക്കല്ലേ കഴിച്ചോ? ആ. കിട്ടിയില്ലേ? ആ, കിട്ടി. ഉണ്ടായിരുന്നു, മീൻ കഷണം ഉണ്ടായിരുന്നു, കാണുമായിരിക്കും. തന്നില്ലേ? ആ, തന്നു. കിട്ടിയില്ല? കിട്ടി. അതിനാ? ഓ, മാസുയാൻ കഴിഞ്ഞ വെച്ച് പോകുമ്പോൾ കാണിച്ചേച്ച് പോകുന്ന അത് ആ ഒടുവിലൊരു ഡയലോഗ്, ഓ നമ്മൾ ഇതിനൊന്നും അല്ലല്ലോ, പിന്നെ എന്ത് പച്ചപ്പരമാർത്ഥികളാ. അപ്പൊ ഇവിടെ ഇത് കഞ്ഞിയും കാശും ഒന്നും കൊടുത്ത് ആൾക്കാരെ ചേർക്കുന്ന ജോസിന്റെ മോനാണോ? ആ, ദൈവം എൻ്റെ കേട്ട മോനെ. അപ്പൊ കഞ്ഞിയും കാശും കൊടുത്ത് ചേർക്കുന്ന മാർഗമല്ലിത്. തയ്യൽ മിഷ്യൻ കൊടുത്ത് ഇതിനകത്ത് ചേർക്കുന്നതല്ല സുവിശേഷം. വീട് വെച്ച് കൊടുത്ത് 2 മുറി അടുക്കളയും ചായപ്പും അങ്ങനെ വെച്ച് കൊടുത്ത് ചേർക്കുന്നതല്ല സുവിശേഷം. ബാത്റൂം ഇല്ലാത്തവർക്കെല്ലാം ഓരോ ബാത്റൂം, അതല്ല സുവിശേഷം. വണ്ടി ഇല്ലാത്തവർക്കും സൈക്കിൾ ഇല്ലാത്തവർക്കും ഒരേ സൈക്കിള്, അതല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ മതം മാറ്റുന്നതോ സഭ മാറ്റുന്നതോ നാട്ടുകാരുടെ സൗകര്യം കെടുത്തുന്നതൊന്നുമല്ല. പിന്നെന്തുവാ സുവിശേഷം? സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാ. അത് മറ്റാരുമല്ല, നസറായനാകുന്ന യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസറായനാകുന്ന യേശു ക്രിസ്തു, അതാണ് സുവിശേഷം. മോളെ 2:5 വായിച്ചോ? തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2:5. എല്ലാവർക്കും മനപ്പാടമാ, എങ്കിലും മോള് മൈക്കിൽ കൂടെ വായിച്ചു. ആ, സ്വർഗം വിട്ടിറങ്ങി വന്നു, സ്വർഗമഹിമകൾ വെടിഞ്ഞു, ഏഴയ്ക്കു വേണ്ടി യേശു യാഗമായി. സ്വർഗം വിട്ടിറങ്ങി വന്നു, സ്വർഗമഹിമകൾ വെടിഞ്ഞു, ഏഴയ്ക്കു വേണ്ടി യേശു യാഗമായി. സ്വർഗം വിട്ടിറങ്ങി വന്നു, സ്വർഗമഹിമകൾ വെടിഞ്ഞു, ഏഴയ്ക്കു വേണ്ടി യേശു യാഗമായി. വായിച്ചേ 2:5. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെ താൻ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. അപ്പൊ സുവിശേഷം ഇതാ, ഏതാ? യേശു ക്രിസ്തു. അതാ സുവിശേഷം. സുവിശേഷം മതം മാറ്റുന്നതല്ല, സഭ മാറ്റുന്നതുമല്ല. സുവിശേഷം ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. ഓടിച്ചു പോകാം. അപ്പൊ സുവിശേഷം യേശു ക്രിസ്തുവ. ഇനി എന്തിനായി സുവിശേഷം? എന്തിനാ? ചില ആൾക്കാർ പറയുന്നത് ഒരു കൂലി മേലയില്ലാത്ത കുറെ അവന്മാരിറങ്ങിയിട്ടുണ്ടെന്ന്. നമ്മളെ ചൂണ്ടിക്കൊണ്ട് പറയുന്നതാണ്. ഒരു ജോലിയും കൂലിയും മേലയില്ലാത്ത കുറെ. ഞങ്ങളൊരിക്കലൊരു പരസ്യയോഗത്തിന് പോയപ്പം ഒരു തള്ളം മതിലിനകത്ത് എന്ന് പറയാം, ആടെ നടക്കുന്ന ജോലിയും മേലയില്ലാത്ത കുറേ അവന്മാർ ഇങ്ങോട്ടെങ്ങാനും കയറിയാൽ ഞാൻ ചൂലെടുത്ത്. അങ്ങനുണ്ട്. ജോലിയും കൂലിയും മേലയില്ലാത്തവരാണോ? നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. എല്ലാവർക്കും വിദ്യാഭ്യാസവും മുന്നേ ജോലിയൊക്കെ ഉള്ളവരെ, ഇവിടെ ഇരിക്കുന്നവരെല്ലാം പിന്നെ ഇച്ചിരി വിദ്യാഭ്യാസം ഇല്ലാത്തത് എനിക്കേ ഉള്ളൂ. അതെൻ്റെ വർത്താനം കേൾക്കുമ്പോൾ അറിയാമല്ലോ, യാതൊരു വിവരവും ഇല്ല. അതല്ലേ കൊച്ചനെ അവിടെ ഇരുത്തിയത്. വിവരം ഉണ്ടായിരുന്നെ അങ്ങനെ ചെയ്യുമോ? കാക്കാശിന് വിവരമില്ലാത്ത ആൾ ഞാനാ. ഇവിടെ എല്ലാം ജോലിയും കൂലിയും വേലയൊക്കെ ഉള്ളവരാ. പക്ഷേ യേശുവിൻ്റെ സ്നേഹം അവരെ തേടിയെത്തിയപ്പോൾ ആ സ്നേഹം മറ്റുള്ളവരെയും കൂടെ അറിയിക്കാൻ വേണ്ടി അവർ ഈ മാർഗത്തിൽ വന്നാൽ, അല്ലാതെ തള്ള പറയും പോലെ കൂലിയും ജോലിയും ഇല്ലാത്തവന്മാരല്ല. ദൈവത്തിന് മഹത്വം. അപ്പം ചിലർ ധരിച്ചിരിക്കുന്നത് സുവിശേഷം ഒരു പണിയില്ലാത്ത പോലെ വയറ്റിപ്പഴപ്പാണ്. വയറ്റിപ്പഴപ്പ് ആർക്കാ വയറ്റ്? എല്ലാവർക്കും വയറ്റ് വേണ്ടായോ? 9-ന് നിർത്തണമെന്ന് പറയുന്നത് 9:15 കുത്തുകയും ചെയ്യണം, കഴിക്കുകയും ചെയ്യണം. ചിലർക്ക് മനസ്സിലായില്ല. ഇഞ്ചക്ഷൻ അതല്ലേ കുത്തുന്നത്. ഓ, ഇൻസുലിൻ. അതിനാ അവിടെയൊക്കെ പറഞ്ഞ് 9 ആകുമ്പോൾ നിർത്തണം. കാരണം 9:30 എല്ലാവരും വയറ്റിപ്പഴപ്പിനാ. അപ്പൊ സുവിശേഷം വയറ്റിപ്പഴപ്പിന് വേണ്ടി അല്ല. പിന്നെ എന്തിനായി സുവിശേഷം? തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11 വായിക്കുന്നത് സകല മനുഷ്യരും രക്ഷപ്പെടാൻ.
വായിച്ചേ മോളെ, തീത്തോസ് 2:11. വേഗത്തിൽ വായിച്ചു. വേഗത്തിൽ പെട്ടെന്ന്. ഇത് പൂർണ്ണ ഗൗരവത്തോടെ അല്ല, 2:11. തീത്തോസിനെ കാണാഞ്ഞിട്ട് എന്നൊരു വാക്യം ഉണ്ട്, അതായിരിക്കാം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്ന. അപ്പോൾ ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. അപ്പോൾ എന്താണ് സുവിശേഷം? അത് യേശുക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി യേശുക്രിസ്തു മാത്രം. 5 പൈസ കൊടുക്കണ്ട, അര കാശ് കൊടുക്കണ്ട, അര മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും കൊടുക്കണ്ട. മതങ്ങളെല്ലാം, ക്രൈസ്തവ മതവും മറ്റെല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് കൊണ്ടുപോവാന്ന. മതങ്ങളെല്ലാം അങ്ങനെ കൊണ്ടുപോവാന്ന. എന്നാൽ യേശുവിൻ്റെ ഇടയ്ക്ക് ഒന്നും കൊണ്ടുപോയല്ല, ഒന്നും വേണ്ട പുള്ളിക്ക്. അതിനാ പുള്ളിയല്ലയോ ഇതെല്ലാം സൃഷ്ടിച്ചിട്ട് പുള്ളിയുടെ ഇതെല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ കാട്ടിലെ 1000 ജന്തുക്കൾ ഉണ്ടായി. ഉണ്ടാകട്ടെ വാക്കിന്, ഉണ്ടാകട്ടെ. ആനയും കരടിയും പുലിയും മുഴുവൻ ഒറ്റ വാക്കിന് ദൈവം സൃഷ്ടിച്ചതാ. പണ്ടൊരു പാട്ടുണ്ടെന്ന്, കാട്ടാന കരടി പുലി ചെന്നായി കാട്ടു. കാട്ടാന കരടി പുലി ചെന്നായി കാട്ടുപോത്ത് കരിമ്പുലി കൂട്ട. കാട്ടാന കരടി പുലി ചെന്നായി കാട്ടുപോത്ത് കരിമ്പുലി കൂട്ട. കാട്ടാന കരടി പുലി ചെന്നായി കാട്ടുപോത്ത് കരിമ്പുലി കൂട്ട. അപ്പൊ ഈ കാട്ടിലെ 1000 മൃഗങ്ങൾ, അതാ സങ്കീർത്തനത്തിൽ 1000 മൃഗങ്ങൾ ഒറ്റ വാക്യം കൊണ്ട് ദൈവം സൃഷ്ടിച്ചതാ. അന്നാരും നീ ഞായറാഴ്ച ഒരു മുട്ടനാടുമായിട്ട് അങ്ങോട്ട് പോകുന്ന ആർക്കാ? ദൈവത്തിന്. ഇയോടി നീ മൂന്നാറിലോട്ട് ചെല്ലും, മല നിറയെ വരയാടാ. ആ മലയിലോട്ട് നോക്കിയാൽ മുഴുവൻ വരയാടാ. അന്നേരം നിന്റെ മച്ചി പശുവായിട്ട് അങ്ങോട്ട് ചെല്ലുക. ദൈവത്തിന് എൻ്റെ മച്ചി പശുവും വേണ്ട, മച്ചിക്കിടാവും വേണ്ട, ആടും വേണ്ട, കോഴിയും വേണ്ട, താറാവും വേണ്ട, പെടയും വേണ്ട, പൂവനും വേണ്ട. ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല. ദൈവത്തിന് നിന്നെ ആവശ്യം. ഇന്ന് രാത്രി സമർപ്പണത്തോടെ കർത്താവിൻ്റെ തൃപ്പാറെ വാ. 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും കൊടുക്കണ്ട. മതങ്ങളെല്ലാം കൊണ്ടുപോവാ എന്ന് പറയുമ്പോൾ യേശു പറയാ, ഒന്നും കൊണ്ടുവരണ്ട, നീ ഇനി വന്നാൽ മതി. ഇന്ന് രാത്രി അനുതാപ ഹൃദയത്തോടെ, യേശുവേ എന്നെ രക്ഷിക്കണം, യേശുവേ എൻ്റെ ഉള്ളത്തിൽ വരണം, എന്നെ ഉപേക്ഷിക്കരുത്, എന്നെ തള്ളിക്കളയരുത്. ഇന്ന് രാത്രി അവിടുത്തെ മകളായി മകനായി തീരുവാൻ എന്നെ സമർപ്പിക്കുന്നത് ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചാൽ മതി, യേശു നിന്നെ രക്ഷിക്കും. അതാ സുവിശേഷം. അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ഇനി ആരായി സുവിശേഷം കേൾക്കേണ്ടത് ആരാ? നമ്മൾ സുവിശേഷം പറയാനൊക്കെ ചെല്ലുമ്പഴത്തിലെ നമ്മൾ പറയും സുവിശേഷം ആണ്ട് അവിടോട്ട് ചെല്ല. അവിടെ നിങ്ങളുടെ ആൾക്കാരുണ്ട്. ആരാ? ക്ലീറ്റസും മേഴ്സിയും ഫ്രാൻസിസും ഫെർണാണ്ടസും നിങ്ങളുടെ ആൾക്കാർ. അങ്ങോട്ട് ചെല്ലും. അലോക്യം വേണ്ടെന്ന് ഓർത്ത് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർ ചോദിക്കാൻ സുവിശേഷം ഒക്കെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അങ്ങോട്ട് ചെല്ലും. ദാമോദരനും ദാശായിണിയും അബ്ദുള്ളയും റഹ്മാനും അങ്ങോട്ട് പോകും. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ നിലത്തും താഴെ നിർത്തുകയല്ല. പിന്നെ നമ്മുടെ ആൾക്കാർക്കും പരുവം നോക്കിയ നടത്തിയെന്ന് പേര് മതി ചിലർക്ക്, എല്ലാവരുമല്ല, ചിലർക്ക് പേര് മതി. പക്ഷേ സുവിശേഷം ആർക്കാ? സുവിശേഷം സകല ജാതികളും കേൾക്കണം. മോളെ 49-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം. ഒത്തിരി വാക്യങ്ങൾ എടുപ്പിക്കേണ്ടതുണ്ട്. തെളിവിന് ഓരോന്ന് വായിച്ചാൽ മതി. കാരണം അരി വെന്തോന്ന് എല്ലാ അരിയിലും പിടിച്ച് ഞെക്കണ്ടല്ലോ. ഒരെണ്ണം മതി ഞെക്കാൻ വേണ്ടി തന്നെ ഇപ്പോൾ ഓരോന്ന് തരുന്നത്. 49-ാം സങ്കീർത്തനം 1. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം. ഏത്? സുവിശേഷം കേൾക്കണം.
സകല ജാതികളുമായുള്ളവര് ഇത് കേൾക്കണം. ഏത് സുവിശേഷം കേൾക്കണം. എല്ലാവർക്കും കേൾക്കാൻ പറ്റാവുന്നത് ആ സുവിശേഷം. എല്ലാവർക്കും കേൾക്കാൻ കൊള്ളാം. മറ്റു കാര്യങ്ങളൊന്നും എല്ലാവരും കേൾക്കാൻ കൊള്ളുകയില്ല. എല്ലാവരും എല്ലാം പറയാനും ഒക്കത്തില്ല, പറയത്തുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ചില അമ്മമാരും അപ്പച്ചന്മാരും ഒക്കെ വർത്താനം പറയുമ്പോൾ പിള്ളേർ വന്നിരിക്കുമ്പോൾ ചോദിക്കും, എന്തുവാടാ മൂത്തവർ വർത്താനം പറഞ്ഞതിൻ്റെ കീഴെ എന്നാ കേൾക്കാനാ എന്ന് പറഞ്ഞാൽ കൊച്ചുങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തതൊക്കെ ആ മൂത്തവരിരുന്ന് അതെ, അതുകൊണ്ടല്ലേ പിള്ളേരെ എഴുന്നേപ്പിച്ച് വിടുന്നത്. മൂത്തവർ വർത്താനം പിന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്രായമുള്ളവർ വർത്താനം പറയുമ്പോൾ കീഴേ കയറി. അപ്പോൾ പ്രായമുള്ളവർ പറയുന്നതെല്ലാം ഇതുപോലെ തന്നെ കൊച്ചുങ്ങൾക്ക് കേൾക്കാൻ മേല. ഇപ്പം നേരെ തിരിച്ചു, കൊച്ചുങ്ങൾ ഇങ്ങോട്ടാ, എന്തുവാ ഞങ്ങൾ പിള്ളേർ പറയുന്നതിനിടെ. ഇപ്പം അങ്ങനെ പപ്പായോട് നേരത്തെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ട്സ് സംസാരിക്കുന്നതിൻ്റെ കീഴേ കയറിയായി പറയാം, ഞങ്ങൾ വേറെ വിഷയമാണ് പറയാൻ. അപ്പം ഇവിടെ എല്ലാവർക്കും കേൾക്കാൻ പറ്റാവുന്ന കാര്യമല്ല എല്ലാവരും പറയുന്നത്. പക്ഷേ സുവിശേഷത്തിൻ്റെ വിശേഷത എന്നാണെന്നറിയാമോ? എല്ലാവർക്കും കേൾക്കാം. അപ്പച്ചനും കേൾക്കാം, അമ്മച്ചിക്കും കേൾക്കാം, വല്യപ്പനും കേൾക്കാം, വല്യമ്മയ്ക്കും കേൾക്കാം, കൊച്ചുമക്കും കേൾക്കാം, മക്കൾക്കും കേൾക്കാം. ഏത് പ്രായത്തിൽപ്പെട്ടവർക്കും, ഏത് വ്യക്തികൾക്കും, ഏത് ജാതിക്കാർക്കും, ഏത് സമുദായസ്ഥർക്കും, ഏത് വ്യക്തികൾക്കും കേൾക്കാൻ പറ്റാവുന്ന, സുഖം തോന്നുന്ന, കേട്ടിരിക്കാൻ പറ്റാവുന്ന, വിടുതൽ നടത്തുന്ന ഒരേ ഒരു വാർത്ത, അത് സദ്വർത്തമാനം, ഗുഡ് ന്യൂസ്, സുവിശേഷം, നല്ല വാർത്ത യേശുക്രിസ്തുവിനെ പറ്റിയാണ്. അപ്പൊ എന്താണ് സുവിശേഷം? അത് യേശുക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ട? സകല ജാതികളും ഇത് കേൾക്കണം. ഇനി ഓടിച്ചു പറയാം, കേട്ടാലുള്ള ഗുണം എന്നാ? കേട്ടാൽ സുവിശേഷം കേട്ടാൽ, സുവിശേഷം കേട്ടാനുള്ള ഗുണം ഞാൻ ഓടിച്ചു പറയാം. വാക്യങ്ങളെല്ലാം എടുപ്പിക്കാൻ നേരമില്ല. ഒന്ന്, സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 14 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ യേശു ഗലീലയിൽ വന്നെന്ന യേശു ഒന്ന് വായിച്ചു തരുമോളെ, എന്തായാലും സമയം പോയി. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. അടുത്തത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ ശ്രദ്ധിക്കുക. സുവിശേഷം കേട്ടാൽ ഒന്ന്, മാനസാന്തരം ഉണ്ടാകും. എന്തുവാ ഈ മാനസാന്തരം? വിവരിക്കാൻ നേരമില്ല, തിരിഞ്ഞു വരണം. നേരത്തെ പോയിക്കൊണ്ടിരുന്ന പാതയിൽ നിന്ന്, വഴിയിൽ നിന്ന്, അതിൽ നിന്നെല്ലാം തിരിഞ്ഞു വരണം. എങ്ങോട്ട് തിരിക്കണം? ദൈവത്തിങ്കിലേക്ക് തിരിക്കണം. അതാ മാനസാന്തരം. അപ്പോൾ മാനസാന്തരപ്പെടണം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം പഠിക്കുമ്പോൾ മാനസാന്തരം എന്ന് പറഞ്ഞാൽ വഷളത്വം വിടുന്നതാ. വഷളത്വം, ഒത്തിരി വഷളത്വം ഉണ്ട്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു വഷളത്വം കണ്ടു. ഒന്നും മൈക്ക് കൂടെ പറയാൻ മേല, ഒന്നും പറയാനൊക്കത്തില്ല. വഷളത്വം, ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വഷളത്വങ്ങളാണ്. ഇതെല്ലാം അങ്ങ് വിടണം. അപ്പം വഷളത്വം വിടുന്നതാണ് മാനസാന്തരം. അറിയായ്മയുടെ കാലത്ത് ഒത്തിരി കാര്യങ്ങൾ കാട്ടിക്കൂട്ടി ചെയ്തു കൂട്ടി. എന്നാൽ ഇപ്പോൾ അങ്ങനല്ല. മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ ഒരു തിരിഞ്ഞു വരവ്, വഷളത്വം വിടുന്നത്. ശരിക്കും മാനസാന്തരപ്പെട്ടവരെ കണ്ടാൽ അറിയാം. മാനസാന്തരത്തിന് ഏറ്റവും വലിയ ഉദാഹരണം സക്കായിയുടെ മാനസാന്തരമാണ്. സക്കായിക്ക് യേശു എങ്ങനെയുള്ളവനെന്നൊന്ന് കാണാൻ പുള്ളി കേട്ടിട്ടേ ഉള്ളൂ യേശുവിനെ പറ്റി. അപ്പോൾ ചെല്ല് പറഞ്ഞു, നല്ല ആളാ, നല്ല സുമുഖനാ, സുന്ദരനാ. മുഖത്തോട്ട് നോക്കി ആ കണ്ണെടുക്കുകയില്ല. ഏതാ? യേശുവിൻ്റെ മുഖത്തോട്ട്. അതെങ്ങനെ? ഞാൻ അന്ന് പള്ളിയിൽ വന്നു, പള്ളിയിരുന്നവരുടെ എല്ലാം കണ്ണ് നമ്മളെയൊക്കെ രാത്രി കണ്ട 5-ാമിന് വന്ന് ചത്ത് പോകും വെട്ടമില്ലെങ്കിൽ. ഇപ്പം തന്നെ ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് പരുവക്കേടാ. ഞാൻ കണ്ട് പലരെയും ഞാൻ ശ്രദ്ധിച്ചു. ആ മോന്ത ഇങ്ങനെ ഉള്ള ഇരിപ്പ്, ഒന്നാമതൊരു കളറും നിറവും ഇല്ല, അതിനിടയ്ക്ക് ഇരിക്കുന്ന കണ്ട ഞാൻ കണ്ട് എല്ലാവരെയും വീക്ഷിച്ചുകൊണ്ട് ഞാൻ വന്നപ്പം മുതലിരുന്ന് നോക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഇടയ്ക്ക് ഞാൻ നോക്കുന്നുമുണ്ട്. കണ്ടു ആ ഇരിപ്പും നോട്ടമൊക്കെ കണ്ടിട്ട് മിക്കവർക്കും ഒരു ചൈതന്യമില്ല. പക്ഷേ യേശുവിൻ്റെ മുഖത്തോട്ട് നോക്കി അങ്ങനല്ല, എന്തോ പ്രഭയാണെന്നറിയാമോ? പേരിശ്ശേരിയിലെ മത്തായിച്ചൻ ആ തിരുമുഖത്തേക്കൊന്ന് നോക്കി, യേശുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കിയിട്ട് മത്തായിച്ചൻ ഒരു വരി എഴുതി. ജോസെ വായിക്കാമെങ്കിൽ വായിരെ. ഒരു വരി ഇങ്ങനെ: കോടി സൂര്യ പ്രഭയേറും രാജരാജ, നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കത് വാ, നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കത് വാ. കോടി സൂര്യപ്രഭയേറും രാജരാജ,
നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കദേവാ. നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കദേവാ. അപ്പോൾ പെരിശ്ശേരി മത്തായിച്ചൻ എന്ന് പറയുന്ന ഭക്ത കവി ആ മുഖത്തേക്ക് നോക്കി ചെലുതുക കോടി സൂര്യപ്രഭയേറും. അതാ മുഖത്തോട്ട് നോക്കി ആ കണ്ണ് പറക്കുകയല്ല. എന്നാലും സൈമൺ സാറ് ഒരു വരി എഴുതി, പാടുന്നില്ലെന്ന് ഞാൻ പറഞ്ഞതാ, എന്നാലും വരിക. അല്ല, കർത്താവിനെ പറ്റിയല്ലേ പാടുന്നേ. അപ്പോൾ സൈമൺ സാറ് മുഖത്തേക്ക് നോക്കി ചെലുതുക, നിൻ മുഖത്തു നിന്നു തൂകും നന്മധു പൂരത്തിലമ്പൈ. നിൻ മുഖത്തു നിന്നു തൂകും നന്മധു പൂരത്തിലമ്പൈ. മുങ്ങിലയിക്കുന്നു ദിവ്യ ജ്ഞാനികൾ. മുഖത്തോ നിന്നു തൂകും നന്മധു പൂരത്തിലമ്പൈ. മുങ്ങിലയിക്കുന്നു ദിവ്യജ്ഞാനികൾ. നന്മൊഴിക്കതി കണയുവതിനൊരു നവ്യമയസയൻസുമിൽ ലതു സമ്മതിക്കും നഗ്നരല്ല പ്രാണികൾ. അപ്പോൾ ആ മുഖത്തേക്ക് നോക്കിയ സാർ എഴുതുക, നിൻ മുഖത്തു നിന്നു തൂകും നന്മധു. ആ മുഖത്തോട്ട് നോക്കിയപ്പോ സാറ് കാണുക തേൻ ഇറ്റിറ്റ് വീഴുന്നെന്ന്. നമ്മൾ ഉറക്കം തൂങ്ങിയിട്ട് ഈത്ത വീഴുക നമ്മുടെ മുഖത്തോട്ട് നോക്കിയമ്മ. ഇത് കുത്തിയിരുന്ന് ഉറങ്ങിയേച്ച് ചിലര് തൂക്കുന്നുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് പറയുക, ആ മുഖത്ത് നിന്ന് തേൻ മധു വീഴുന്നു. മധു ഇങ്ങോട്ട് വന്നാൽ നമുക്ക് എഴുന്നേറ്റ് പോകാൻ തോന്നുമോ? നമ്മുടെ അപ്പുറത്തെ മധുവല്ല, അവനെ കാണുമ്പോഴേ പോകാൻ തോന്നുക. ആ മുഖത്ത് നിന്ന് തേൻ വരുന്നെന്ന്. അതാ പള്ളിയിലിരുന്ന മുഴുവൻ ആൾക്കാരുടെ കണ്ണ് അവങ്കല. മുഖത്തോട്ട് നോക്കിയ പ്രഭ, വായിന്ന് വരുന്നതോ ലാവണ്യവാക്ക്. അത് കാരണം എഴുന്നേക്കാൻ തോന്നുന്നില്ല. നമ്മുടെ വായിന്ന് വരുന്ന കേട്ടാൽ ആ കസേര എടുത്ത് അടിക്കാനാ തോന്നുന്നത്. പിന്നെ ഇത്രയും ദൂരം നിൽക്കുന്നത് കൊണ്ട് പലരും അതെ ആണെന്ന് അതാ നമ്മുടെ വായിന്ന് വരുന്നത്. പക്ഷേ യേശുവിൻ്റെ വായിന്ന് വരുന്നത് ലാവണ്യമാക്കാം. മാത്രമല്ല ഈ സക്കായി കേട്ടു എങ്ങനെയുള്ളവനെന്നൊന്ന് കാണണം. കാരണം കേട്ടു ഇങ്ങനെയൊക്കെയാന്ന്. അപ്പോൾ ആരാണ്ട് എന്ന് പറഞ്ഞു കൊടുത്ത്, എടാ കഴിഞ്ഞ ആഴ്ചയിലെ നൈലിലെ വിധവയുടെ മകൻ ചത്തു, ഞങ്ങൾ ഉണ്ടായിരുന്നു അടക്കത്തിന്. പാട്ടുകാർ നെരണൻ രാജനായിരുന്നു. അല്ല അങ്ങനെ അല്ല, നമ്മുടെ ജോസ് ഏതാ കലയപുരത്തെ ആംബുലൻസും കയറും എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്, കയറും ഒക്കെ ഉണ്ട്. ഈയിടെ ജോസിനോട് വിളിച്ചപ്പോൾ അച്ഛാ കയറ് വേണോന്ന് ചോദിച്ചു. പെട്ടി താഴോട്ട് വെക്കണ്ടേ, അതുവരെ ഉണ്ട് എല്ലാം. അപ്പം ഇവിടൊക്കെ അങ്ങനെ. അപ്പം പറഞ്ഞു, അയ്യോ ഞങ്ങളും അടക്കത്തിനുണ്ടായിരുന്നു, ഡെഡ് ബോഡി ആയിട്ട് പോയപ്പോൾ ആ യേശു ആ വഴി വന്നത്. അയ്യോ എൻ്റെ സക്കായി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക, യേശു വന്ന് മരിച്ചവൻ്റെ മഞ്ചത്തെ തൊട്ട് ചെറുക്കൻ ചാടി എഴുന്നേറ്റെന്ന് പറഞ്ഞു. കണ്ണുകൊണ്ട് കണ്ടതാ. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ പുള്ളിക്കൊരാഗ്രഹം എങ്ങനെയുള്ളവനെന്നൊന്ന് ഒന്ന് കാണണം, ഒന്ന് കാണണം. പിന്നെ യേശുവിൻ്റെ ഒരു വിശേഷത, ചെറുക്കൻ ചാടി എഴുന്നേറ്റു, ചെറുക്കനെ അമ്മയ്ക്ക് കൊടുത്തേച്ച് യേശു അടുത്ത സ്ഥലത്തോട്ട് പോയി. ഇന്നത്തെ രോഗശാന്തി വരപ്രാപ്തന്മാർ പിന്നെ ചെറുക്കനെയും കൊണ്ട് അങ്ങ് പോവുക. അവനെ പുത്തരിക്കണ്ടം മൈതാനത്ത് സാക്ഷി പറയിപ്പിച്ചു. പിന്നെ മറൈൻ ഡ്രൈവിൽ അവനെ കൊണ്ട് ബ്രദറിന് എന്തോ സംഭവിച്ചു. ഉടനെ ഇവൻ പറയും, പറഞ്ഞാട്ടെ എന്തോ സംഭവം. ഉടനെ സിംഗിളുകൾ, ബ്രദറെ ഈ ബ്രദർ ആ ബ്രദറിനെ മഞ്ചത്തെ വന്നപ്പോൾ നമ്മുടെ മറ്റേ ബ്രദർ ഈ ബ്രദറിനെയും കൂട്ടി ആ ബ്രദറിൻ്റെ ഒക്കെ ഇരുന്നപ്പം ഈ രണ്ട് ബ്രദറും കൂടെ ഈ ബ്രദർ എന്നതാണോ വട്ട് പിടിച്ചതല്ല, ഇവനെ ഒന്നും വിട്ട് തുള്ളിച്ചില്ല. യേശു അവനെ അമ്മയ്ക്ക് കൊടുത്തേച്ച് പറഞ്ഞു, നിങ്ങൾ വീട്ടിലോട്ട് പോകും, ഞാൻ വേറെ ജൂർപിടിക്ക് പോകാന്ന് പറഞ്ഞു. 38 വർഷം കൊളക്കരെ കിടക്കുക. അവിടുത്തെ സീനിയറാ. മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. മനസ്സുണ്ടെന്ന് പുള്ളി പറഞ്ഞു.
അല്ലേ ഇറക്കാൻ. ഞങ്ങൾ ഇരിക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ഇരിക്കുക. യേശു അങ്ങോട്ട് എന്ന് പറഞ്ഞു, സ്ത്രീയെ നിന്റെ രോഗബന്ധനം അടിച്ചു. അല്ല കമ്പിവടി പോലെ നടന്ന്. ഇന്നത്തെ രോഗശാന്തി വരെ പ്രാർത്ഥന വരാന്ന് തള്ളയെ വീട്ടിൽ വിടുകയല്ലോ. ഉള്ള സ്റ്റേജെല്ലാം കെട്ടി കുനിഞ്ഞാട്ട് എന്ന് പറഞ്ഞാട്ട് ഒന്നുകൂടെ കുനിഞ്ഞാട്ട് അള്ള പറയും, ഇനി ഒറ്റ യോഗത്തിന് ഞാൻ വരികയല്ലെന്ന് പറയും. ഇട്ടലുകളി പേരിന് യേശു ആമൻ ഇങ്ങനെ അത്ഭുതങ്ങൾ ചെയ്തവനാ. അപ്പൊ ഇതെല്ലാം സക്കായി കേട്ടു. കേട്ടതിന്റെ വെളിച്ചത്തിൽ സക്കായിക്ക് ഒരു ആഗ്രഹം, യേശു എങ്ങനെ ഉള്ളവനെന്നൊന്ന് കാണണം. നീളക്കുറ ആയതുകൊണ്ട് പുള്ളി മുന്നോട്ട് ഓടി ഒരു കാട്ടത്തിയുടെ മേളിൽ കയറിയിരുന്നു. ആരും അറിയണ്ട, പക്ഷേ യേശുവിനെ ഒന്ന് കാണണം. താഴെ കൂടെ വരുമ്പം ആരും അറിയാതെ കാട്ടത്തിയുടെ മുകളിൽ കയറിയിരുന്നു. നമ്മുടെ കർത്താവ് ശിഷ്യന്മാര് നടന്നു വന്ന് ആ അത്തിയുടെ കീഴെ വന്നപ്പോ യേശു മേളിലോട്ട് നോക്കി വെച്ച് പറഞ്ഞു, സക്കാ വേഗം ഇറങ്ങി വാ, ഇന്ന് രാത്രി നിന്റെ വീട്ടിലാ, ആരും കാണരുതെന്ന് പറഞ്ഞ് അത്തിയുടെ മേളിൽ കയറിയിരുന്നവനെ യേശു കണ്ടു. നീ അത്തിയുടെ മേളിൽ ഇരുന്ന യേശു കാണും. ഒരുത്തൻ അത്തിയുടെ കീഴേ ഇരിക്കുക. കേട്ടിട്ടില്ലേ? എല്ലാം ഉപദേശിമാരാ.
അപ്പം മിക്കയിടത്തും ഉപദേശിമാർ ഇപ്പോഴും ഉണ്ട്. ചെല്ലുപറത്തില് ഞങ്ങളുടെ സഭയുടെ ഒരു ഉപദേശിയാ, രക്ഷ മാത്രമേ പറയുള്ളൂ, അതിന് സ്നാനം പറയാത്തെ. സ്നാനം പറഞ്ഞാൽ പിന്നെ അവിടെ ഉപദേശിക്കാൻ ഒക്കുകയല്ല. എന്നാൽ ശരിക്ക് സുവിശേഷം പറഞ്ഞാൽ അതിനകത്ത് സ്നാനമുണ്ട്. പീലിപ്പോസ് ഉപദേശി തിരുവഴുത്ത് അടിസ്ഥാനപ്പെടുത്തി സുവിശേഷം പറഞ്ഞു. അങ്ങനെ സുവിശേഷം പറഞ്ഞ് വെള്ളമുള്ള സ്ഥലത്ത് വന്നപ്പോൾ സുവിശേഷം കേട്ട ഷണ്ണം പറയുക, ഉപദേശി വെള്ളം അതിനാ സ്നാനപ്പെടണം. ഉടനെ അന്ന് ഇറങ്ങിക്കോടാന്നല്ല പറഞ്ഞ്, നീ വിശ്വസിക്കുന്നു എങ്കിലാകാം. അപ്പോൾ ശരിക്ക് സുവിശേഷം കേട്ടാൽ സ്നാന ശുശ്രൂഷയുണ്ട്. സ്നാനമോ ജഡത്തിന്റെ അടുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കാം. അതെങ്ങനെ? വെള്ളത്തിൽ ഇറങ്ങി മുങ്ങണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. ഇപ്പൊ പെണ്ണുങ്ങളും ഒക്കെ മുക്കുന്നെന്ന് കേൾക്കുന്നു. അതെ, അങ്ങനെ കേൾക്കുന്നു. നിങ്ങൾ വല്ലതും കേട്ടോ? ഒന്നും കേട്ടില്ല. കേട്ടു. എങ്ങനുണ്ട്? നിങ്ങൾ വേദപുസ്തകം മൊത്തം പഠിക്കും, പെണ്ണുങ്ങൾ ആരെയും മുക്കിയതായിട്ട്. ഇനിയിപ്പം ഇങ്ങനെയൊക്കെ പോയാൽ പലതും ഇനിയും നടക്കും, പലതും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യണം. പണ്ട് ഉണ്ണുണ്ണി സാറ് പറഞ്ഞെന്നാ കേൾക്കുന്നത്, കസേര ഇരുന്നപ്പം കൈ കയറി ഇഞ്ഞ് വരുന്നു. പണ്ടിത്തോറും കൈ ആയിരുന്നെന്നാ പറയുന്നത്. അത് ഓരോ വർഷം ചെല്ലും തോറും പുള്ളി പറഞ്ഞു, ഇതിവിടം വരെ വരുന്നതിന് മുന്നേ എന്നെ അങ്ങ് എടുത്തോണമെന്ന് പറഞ്ഞെന്ന് ഇങ്ങനെ പഴമക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. പലതും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യണം. ഒരു കാര്യം പറയാം, ശരിക്ക് സുവിശേഷം പറഞ്ഞാൽ സ്നാനമുണ്ട്. മാത്രമല്ല ശരിക്ക് സുവിശേഷം പറഞ്ഞാൽ അഭിഷേകം പ്രാപിക്കും. വിസ്തരിക്കാൻ നേരമില്ല. എന്നിട്ടാ കൊർന്നല്യോസിന്റെ വീട്ടിൽ പത്രോസ് ചെന്നു. പുള്ളിക്ക് പോകാൻ അല്പം മടിയൊക്കെ ഉള്ള ആളാണ്, അതുകൊണ്ടാണ് തുപ്പട്ടി ദർശനം കാണിച്ചു. എന്തിനേറെ പത്രോസ് അവിടെ ചെന്നു. കൊർന്നല്യോസ് പറഞ്ഞു, വന്നത് ഉപകാരം, ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ട്, പറഞ്ഞാട്ടെ. അടുത്ത വാക്യം, പത്രോസ് വാ തുറന്നു സുവിശേഷം വചനം പറഞ്ഞു. അങ്ങനെ പത്രോസ് ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത്, വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ആ വചനം സുവിശേഷമാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമാ. ഈ തിരുവചനം അങ്ങോട്ട് പറഞ്ഞപ്പോൾ വചനം കേട്ട എല്ലാവരുടെ മേല് പരിശുദ്ധാത്മാവ് വന്നു. അന്യഭാഷ പറഞ്ഞെന്നാ വായിച്ചേ മോളെ. 44 വാക്യമല്ലയോ? അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 44 ഒന്ന് വായിച്ചേ. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ. ഞാൻ അധികം വിവരിക്കുന്നില്ല. അവൻ സുവിശേഷം കേട്ടപ്പോൾ അഭിഷേകം പ്രാപിച്ചു. ഓടിച്ച ഭാഗം അങ്ങ് വിട. എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല ജാതികളും കേൾക്കണം. കേട്ടാലുള്ള ഗുണം എന്നാ? 1 മാനസാന്തരം, 2 സ്നാനം, 3 അഭിഷേകം, 4 വേർപാട്. അപ്പോസ്തലപ്രവൃത്തി 2 പഠിക്കണം, വിവരിക്കാൻ നേരമില്ല. വേർപാട് ഉപദേശം. ശരിക്കും സുവിശേഷം പറഞ്ഞാൽ ഉപദേശം പറയണം. അതാ ശരിക്ക് നമ്മളാരും ഉപദേശം അധികം പറയുന്നില്ലല്ലോ. കാരണം സഭയിലാണെങ്കിലും ഇപ്പോൾ ഉപദേശമൊന്നും പറയുന്നില്ല. അറിയാൻ പാടില്ല എന്നിട്ടല്ല, പേടിച്ചായി. നിങ്ങളെല്ലാം പേടിച്ചായിരിക്കുന്നത്. കാരണം ഇപ്പം ഈ പല കാര്യമുണ്ട്. ഇപ്പം എല്ലാം ഒന്നും പറയാനൊക്കത്തില്ല, ഞാനങ്ങ് വിഴുങ്ങുക. പേടിച്ച സഭയിൽ ഒരുത്തന് പാസ്റ്റർ ഇഷ്ടമല്ലെങ്കിൽ ഉടനെ അവൻ നേരെ കുമ്പനാട്ടോട്ട് പോകും. അല്ലെ ഇപ്പം പോകണ്ട, അടിച്ചു കൊടുത്താൽ മതി അങ്ങോട്ട്. അല്ലെ അവൻ മുളക്കൊടിയിലോട്ട് പോകും, അല്ലെങ്കിൽ പുനലൂരോട്ട് പോകും. എവൻ്റെ താളത്തിന് ഉപദേശി തുള്ളിയില്ലെങ്കിൽ അന്നേരം എന്നാ നിങ്ങളെങ്കിലും എനിക്കൊരു സഹായം ചെയ്യുമെന്നാണ് ഓർത്തത്. സഭയിൽ കാശുള്ളവൻ കാണും, കാശില്ലാത്തവൻ കാണും. നിറവുള്ളവൻ കാണും, നിറമില്ലാത്തവൻ കാണും. കഴിവുള്ളവൻ കാണും, കഴിവില്ലാത്ത. അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം തിരുവെടുത്താ. ജനത്തിനെന്തോ ഇഷ്ടപ്പെടുന്നെന്നുള്ളതല്ല, ദൈവം എന്തോ ഇഷ്ടപ്പെടുന്നു. ഇതുള്ളതുപോലെ പറയണമെന്ന. ഇഷ്ടമുള്ളവർ കേട്ടാൽ മതി, ഇഷ്ടമുള്ളവർ. അങ്ങനെ ആണെന്നല്ല പുസ്തകത്തിൽ. കേൾക്കാൻ ചെവിയുള്ളവൻ അതാ ഇഷ്ടമുണ്ട് കേട്ടാൽ മതി. പക്ഷേ പ്രമാണം ഇതാ, വേർപാടുപദേശം.
ലോകത്തിന്റെ മാലിന്യങ്ങളും ലോകത്തിന്റെ ആഡംബരങ്ങളും ദാടിമോടികളൊക്കെ വിടണമെന്ന്, വർജിക്കണം, ഉപേക്ഷിക്കണം. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട്. അതാ. അപ്പൊ സുവിശേഷം കേട്ടാൽ ഇതൊക്കെ സംഭവിക്കും. വായിച്ച വാക്യത്തോട് കൂറ് പുലർത്തിയെന്ന് നിർത്തിയേക്കാം. ഇല്ലേ നിങ്ങൾ പറയും പുള്ളി വാക്യം വായിച്ചു, അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. ഉടനെ അടുത്ത ആൾ പറയും അവിടെ തൊഴിലതാന്ന് പറയും. അതുകൊണ്ട് വായിച്ച വാക്യത്തോട് കൃത്യം 10 വരെ സാക്ഷൻ എന്ന് പറഞ്ഞ് 10 നിർത്തും. അന്നേരം നിർത്തിയിരിക്കും. ദൈവത്തിന് മഹത്വം. ഏതായാലും നാളെ ഒരു യോഗ ഇവിടെ ഇല്ല. തനിക്കുള്ളവയെ അവൻ പുറത്തു കൊണ്ടുവരുന്ന ദൈവം. യോഹന്നാന്റെ സുവിശേഷത്തിലെ വിശേഷത എന്നാണെന്നറിയാമോ? യേശു ദൈവമാണെന്ന് തെളിയിക്കുക. യേശു ക്രിസ്തു ഏകദൈവം, സത്യദൈവം, നിത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം, നസറയനാകുന്ന യേശു. ഓരോ അധ്യായത്തിലും അവിടുത്തെ ദൈവത്തെ തെളിയിക്കുക. 1-ാം അധ്യായത്തിൽ ആമേ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാണ്. 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ദൈവം. 3-ാം അധ്യായത്തിൽ നിത്യജീവൻ കൊടുക്കുന്ന ദൈവം. 4-ാം അധ്യായത്തിൽ ആത്മാവാകുന്ന ദൈവം. 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും വ്യാധികളും പൊറുപ്പിക്കുന്ന ദൈവം. 6-ാം അധ്യായത്തിൽ ജീവന്റെ അപ്പമായ ദൈവം. 7-ാം അധ്യായത്തിൽ ആത്മ നിറവിനെ കൊടുക്കുന്ന ദൈവം. 8-ാം അധ്യായത്തിൽ സാക്ഷാൽ വെളിച്ചമാകുന്ന ദൈവം. 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയ അത്ഭുതങ്ങളുടെ ദൈവം. 10-ാം അധ്യായത്തിൽ നല്ല ഇടയനായ ദൈവം. പ്രൈസ് ദ ലോർഡ്. 10:4 വായിച്ചത്. നല്ല ഇടയൻ, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന ഇടയൻ. ആ ഇടയൻ പറയുക, അവൻ തിരുവചനത്തിൽ പഠിക്കുക, തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുവരും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യ ദൈവമക്കളോടും ശ്രോതാക്കളോടും പറയട്ടെ, ദൈവത്തിന് ആവശ്യമുള്ളതിനെ സമയമാകുമ്പോൾ ദൈവം പുറത്തിറക്കും. വായിപ്പിച്ചങ്ങ് വിടുക, വിവരിക്കുന്നില്ല. അവിടെ 41:14 വായിച്ചേ മോളെ. ഉൽപ്പത്തി 41:14 പുറത്തിറക്കുന്ന ദൈവം. 41:14 പെട്ടെന്ന് വായിച്ചോ മോളെ, പെട്ടെന്ന് വായിരം. ഉടനെ ഫറവോൻ ആളയച്ച് യോസേഫിനെ വിളിപ്പിച്ചു. അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് പുറത്തിറക്കി. തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുവന്ന ശേഷം അപ്പോൾ ദൈവത്തിന് ആവശ്യമുള്ളതിന് ദൈവം സമയമാകുമ്പോൾ പുറത്തിറക്കും. യോസേഫിന്റെ ചരിത്രം അറിയാം. അപവാദ കുറ്റം അടിച്ചേൽപ്പിച്ച് കാരാഗൃഹത്തിൽ കൽത്തുറുങ്കിൽ അടച്ചു. അവൻ ലോകം മുഴുവൻ വിധിയെഴുതി. അവൻ കൊട്ടാരത്തിലുള്ളവരും പൊത്തീഫറിന്റെ ഭാര്യയും സന്തത സഹചാരികളും അവിടെ വീട്ടിൽപ്പെട്ടവരും അറിവുള്ളവരെല്ലാം അവൻ പറഞ്ഞു, ഇനി വെട്ടം കാണുകയില്ല, പുറത്തിറങ്ങത്തില്ല. എന്നാൽ യോസേഫിനൊന്നറിയാം, ഞാൻ നിരപരാധിയാ, സമയമാകുമ്പോൾ ദൈവം എന്നെ പുറത്തിറക്കും. വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ദൈവത്തെ ഭജിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിനക്കെതിരെ അപമാനങ്ങളും ആക്ഷേപങ്ങളും നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ രൂക്ഷമായി അനേകർ നിനക്കെതിരെ വാടകോരുമ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, പ്രതികരിക്കാൻ പോകരുത്, എതിർക്കാൻ പോകരുത്, ഉടക്കാൻ പോകരുത്. ഞാനും നിങ്ങളും ചെയ്യേണ്ട മാർഗം പ്രാർത്ഥനയിലിരിക്കണം. നീ മുടങ്കാലിന്മേലിരിക്കുമ്പോൾ സമയമാകുമ്പോൾ ദൈവം നിന്നെ പുറത്തിറക്കും. വിസ്തരിക്കുന്നില്ല. കാരണം 49 സ്തോത്രം 27 മുതൽ 22 മുതൽ ആ ഗോത്രപിതാവാകുന്ന യാക്കോബ് പറയാ, യോസേഫ് ഫലപ്രദമായ വൃക്ഷമാ, ദൈവത്തിന് മകത്ത്. അവൻ സമയമാകുമ്പോൾ ദൈവം നിന്നെ പുറത്തിറക്കും. ഒരു വാക്യവും കൂടെ വായിച്ചോ മോളെ. വിശദീകരിക്കുന്നില്ല, വിഷയം അതാ. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ മോളെ. 12:10. അപ്പോസ്തല അവർ ഒന്നാം കാവലും രണ്ടാം കാവലും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കലെത്തി. അടുത്തത് അത് അവർക്ക് സ്വതവേ തുറന്നു. അടുത്തത് അവർ പുറത്തിറങ്ങി. മതി. 2 പേരും പുറത്തിറങ്ങി. ഒന്ന് ദൂതൻ, 2 പീറ്റർ, രണ്ടും പുറത്തിറങ്ങി. തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. ഒന്നും വിവരിക്കുന്നില്ല. 12:1 വായിക്കുന്നത്, അക്കാലത്ത് ഹെരോദാവ് സ്തോത്രം സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. വലിയ കയ്യാ, കരുത്തുള്ള കയ്യാ, നല്ല കയ്യാ. കൈ നീട്ടി സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന്. എല്ലാവരോടും ഒന്നും പിശാച് പോരാടുകയില്ല. അതാ ചിലരെ. ഈ പിശാചിന് പോലും വേണ്ടാത്ത ആൾക്കാരുണ്ട്. നോട്ടോ ഇരുമ്പം കാണുമ്പോൾ അറിയാം. പിശാചിന് പോലും കൈയടിക്കുകയില്ല, പാടുകയില്ല, പ്രാർത്ഥിക്കുകയില്ല, സ്തോത്രം പറയുകയില്ല, സ്തോത്ര കാഴ്ച ഇടുന്നില്ല. എന്തേലും ചെയ്താലല്ലേ. അതാ ചിലരെ പീഡിപ്പിച്ചെന്നാ. എല്ലാവർക്കും പ്രശ്നമില്ല. തെളിവ് വചനത്തിൽ നിന്ന് തരാം. അപ്പനും അമ്മയും ശിംശോനും കൂടെ തിമ്മിനയ്ക്ക് പോകുന്നത്. എന്നാത്തിന് പോവാ മോളെ? മൈക്ക് കൂടെ പറ.
അതാ എന്നെ എത്ര സങ്കടം കല്യാണം എന്ന് പറഞ്ഞപ്പോൾ. അപ്പൊ അപ്പനും അമ്മയും ശിംശോനും കൂടെ ശിംശോന് പെണ്ണ് കാണാൻ പോവാ. അങ്ങനെ കാണേണ്ടത്, തന്നെ ഒന്നും പോയി കാണരുത് ബ്ലസനെ. ഇപ്പം തന്നെ പോയി കണ്ടെല്ലാം ഉറപ്പിച്ച് ഇപ്പം വേറെ തിരിഞ്ഞു. അവർ തന്നെ പിള്ളേർ തന്നെ എല്ലാം ഉറപ്പിച്ചു. പിന്നെ ചില പിള്ളേർ മര്യാദക്കാരാ. അവർ വന്ന് അപ്പനോട് പറയും, പപ്പ മാർച്ച് 12-ാം തീയതിയാ കല്യാണം, പപ്പായ്ക്ക് ടൈം കാണുമോന്ന്. അങ്ങനെ പറയുന്നെങ്കിൽ വലിയ മഹാഭാഗ്യമാണ്. അതെ, പപ്പായ്ക്കും മമ്മിക്കും ഒന്നും വിവരിക്കുന്നില്ല. ഇവിടെ ശിംശോനും അപ്പനും അമ്മയും കൂടെ പെണ്ണ് കാണാൻ പോവാ. അങ്ങനെ തിമ്മിനയിലോട്ട് പോയപ്പോൾ തിമ്മിനക്കരികെ മുന്തിരിത്തോട്ടത്തിന്റെ സമീപം എത്തിയപ്പോൾ ഒരു ബാലസിംഹം ഇങ്ങനെ അടിച്ചിരിക്കണേ അവന്റെ നേരെ. അപ്പനും അമ്മയും കൂടെയുണ്ട്, അവർക്ക് നേരെ വന്നില്ല. ശിംശോന്റെ നേരെ ആ സിംഹം വന്നത്. എന്നാന്നറിയാമോ? അവൻ നാസീർ വ്രതസ്ഥനാ. അഭിഷേകമുള്ള, വ്രതമുള്ള, വേർപാട് പാലിക്കുന്ന കൃപയുള്ള നിനക്കെതിരെ ആ പ്രശ്നം. പത്രോസിനെ പ്രശ്നം വരാൻ കാര്യം നെടല് തട്ടിയ രോഗി സൗഖ്യമാണ്. നെടല് തട്ടിയ രോഗി നമ്മൾ ഉരുട്ടിക്കൂട്ടി പിടിച്ചാൽ പോലും ഒരുത്തൻ അവൻ്റെ ഇണുക്ക് തറ്റാന്നല്ലാതെ. സ്തോത്രം. പത്രോസിൻ്റെ നിഴലടിച്ചാൽ സൗഖ്യമാണ്. അതുകൊണ്ടാണ് പിടിച്ച് ബന്ധിച്ച് കാരാഗൃഹത്തിലിട്ടിരിക്കുക. യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. പെസക ആയതുകൊണ്ട് ഇട്ടിരിക്കുക തട്ടാൻ. പക്ഷേ സഭ പ്രാർത്ഥിച്ചു. എന്തിനേറെ പ്രാർത്ഥനയുടെ ശക്തി. സമയമാകുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൂതനിറങ്ങി 1-ാം കാവലും 2-ാം കാവലും കിടന്ന് ഇരുമ്പ് വാതിൽ സ്വരവേ തുറന്നു. 2 പേര് പുറത്തിറങ്ങി തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുവരുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. തനിക്കുള്ളവയെ യോസേപ്പിനെ ദൈവം പുറത്തിറക്കി, പത്രോസിനെ പുറത്തിറക്കി. ഇന്ന് രാത്രി നിന്നെയും ദൈവം പുറത്തിറക്കും. ഒരു വാക്യവും കൂടെ വായിച്ച് പ്രസംഗം നിർത്തുക. ഒറ്റ വാക്യവും കൂടെ മോളങ്ങ് വായിച്ചു. അന്നേരം കൃത്യം 10 ആകും. ഈ തന്ന വാച്ചിൻ്റെ ക്ലിയർ ആണെങ്കിൽ. മോളെ എസ്രായുടെ പുസ്തകം 1:7 വായിച്ചോ. ബൈബിൾ പിടിച്ചോ. ഇനിയും ബൈബിൾ ഇരുന്നിട്ട് പറയും. പുള്ളി അവിടെ അതിരിക്കുമ്പോൾ ആ പുള്ളിക്ക് പ്രസംഗം കൂടുന്നെന്ന് പിടിച്ചു. വായിച്ചേ മോളെ. എസ്ര 1:7. ആ താളിങ്ങോട്ട് മറിക്കുമ്പോൾ ഇടത്ത് വശത്ത് മേളിൽ വായിര്. നെബൂഖദ്നേസർ യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയി തന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വച്ചിരുന്ന യഹോവയാലയം വക ഉപകരണങ്ങളും കോരേശ് രാജാവ് പുറത്തെടുപ്പിച്ചു. തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുവരും. ഇവിടെ ഇതൊക്കെ ചരിത്രം നിന്ന് പറയേണ്ട ഭാഗമാണ്. ഈ ഭാഗമൊക്കെ അല്പം വിശദീകരിച്ച് പറയേണ്ടതാ. അതിന് സമയമൊക്കെ എടുക്കും. എങ്കിലും ഇത്രയും സമയം നിങ്ങൾ എന്നെ കേട്ടിരുന്നല്ലോ, അത് തന്നെ വലിയ മഹാഭാഗ്യം. നെബൂഖദ്നേസർ രാജാവ് പണ്ട് യെരൂശലേം നിരോധിക്കാൻ വന്നു. BC 606 രാജ്യം സ്ഥാപിച്ചത്. ഒരു പാട്ടിന്റെ പരിപാടി. സിംഹപ്രതാപിയ ബാബിലോൺ രാജൻ സാമ്രാജ്യമൂർത്തിതൻ പൊൻശിരസായോൻ. സിംഹപ്രതാപിയ ബാബിലോൺ രാജൻ സാമ്രാജ്യമൂർത്തിതൻ പൊൻശിരസായോൻ. BC 606 സ്വരാജ്യം സ്ഥാപിച്ചു. തന്നിച്ച പോലെ നടത്തിന 5 രാജിതം ഉണ്ടാവേ. പരമഞ്ച രാജിതം ഉണ്ടാവേ. പുഞ്ചിടാതെ നെഞ്ചിലും നെഞ്ചിലാനന്ദ മളം. പുഞ്ചിടാതെ കേൾക്കില്ലെന്ന് നെഞ്ചിലാനന്ദ മളം. 5-ാം രാജിതം ഉണ്ടാവേ. നേരമില്ല. അപ്പോൾ ഇവൻ യെരൂശലേം വന്ന് നിരോധിച്ച് എല്ലാവരെയും കൊണ്ടുപോകില്ല, എല്ലാം വായിപ്പിക്കുന്നില്ല. പക്ഷേ ദൈവാലയം വക മുഴുവൻ ഉപകരണങ്ങളും ഇവൻ അവിടുന്ന് പൊക്കിയെടുത്ത് ഏതാണ്ട് 5000 ശിഷ്ടം വരുന്ന ദൈവാലയം വക പാത്രം ഇത് മുഴുവൻ ഇവിടുന്ന് പൊക്കിയെടുത്ത് ഇവൻ ബാബേലിൽ ശിനാർ ദേശത്ത് തൻ്റെ ദേവന്റെ ക്ഷേത്രത്തിന്റെ അറയ്ക്കകത്ത് കൊണ്ട് വെച്ച് പൂട്ടി. ദൈവം വിശുദ്ധീകരിച്ച പാത്രം. ഞാനും നിങ്ങളുമെല്ലാം ദൈവത്തിന് വിശുദ്ധ പാത്രമാണ്.
ഇവൻ അവിടെ കൊണ്ട് അടിച്ചു വെച്ച് പൂട്ടി. ആയുസിൽ പുറത്തിറക്കത്തില്ല. പക്ഷേ ചരിത്രമൊന്നും വിവരിക്കുന്നില്ല. നാളുകൾ അങ്ങോട്ട് കഴിഞ്ഞ് 70 വർഷം തികയാറായപ്പോൾ അവൻ്റെ കൊച്ചുമോൻ്റെ മോന് ഒരിളക്കം കയറി. അവൻ 1000 മഹത്തുക്കൾക്ക് ഒരു വിരുന്നൊക്കെ ഒരുക്കി. വെപ്പാട്ടുകളും മദ്യവും എല്ലാം കൂടെ കൊണ്ടുവന്നു. അല്ല, ഇച്ചിരി വീര്യമുള്ളതാ. കൊണ്ടുവന്ന് പാത്രത്തിലൊക്കെ ഒഴിച്ചപ്പോൾ ഒരുത്തൻ പറഞ്ഞു കൊണ്ടു, തിരുമനസ് നമുക്കെല്ലാം മറ്റേ പാത്രം കൊണ്ടുവരണം. ഏതാ? നിന്റെ വല്യപ്പൻ പണ്ട് അവിടെ നിന്ന് കൊണ്ടുവന്ന ദൈവാലയം വക വിശുദ്ധ പാത്രം അകത്ത് വെച്ചിട്ടുണ്ട് പുറത്തെടുക്കാൻ. ആ പാത്രം എടുത്ത് അതിലെല്ലാം കൂടെ ഒഴിച്ച് മദ്യമെല്ലാം കൂടെ കുടിച്ച് അടിച്ച് പെരുത്ത്. സ്തോത്രം. ഏതാണ്ട് ഈ ബാബിലോണിന് 100 ഗേറ്റ് ഉണ്ടെന്ന. പ്രധാന ഗേറ്റ് 4, പിന്നെ ചുറ്റുപാട് വാതിലുകളാണ്. ഇത് ഒരു ദിവസം ഒരു വാതിലേ തുറക്കൂ. അത് സീക്രട്ടാ, എല്ലാവർക്കും അറിയത്തില്ല. പക്ഷേ അടിച്ച സമയത്ത് മുഴുവൻ വാതിലും തുറന്നിട്ടു. അത് യെശയ്യാവ് 45 നിറവേറില്ല, തുറന്നിട്ടു. ചുരുക്കി പറഞ്ഞാൽ കോരശിന് മനസ്സിന് ദൈവം ഉണർത്തി. അകത്തോട്ട് മേദിയ പേർഷ്യ സാമ്രാജ്യത്തിന്റെ ശ്രേഷ്ഠന്മാര് കയറി. അന്ന് രാത്രി ബേൽശസ്സർ കൊല്ലപ്പെട്ടു. കോരശിന്റെ മനസ്സിന് ദൈവം ഉണർത്തി. ദൈവാലയം വക വിശുദ്ധ പാത്രം മുഴുവൻ ത്യയമായപ്പോൾ ദൈവം പുറത്തെടുപ്പിച്ചു. ഇന്ന് രാത്രി ഞാനും നിങ്ങളും ദൈവത്തിന് വിശുദ്ധ പാത്രമാ. സമയമാകുമ്പോൾ ദൈവം തന്നെ പുറത്തെടുക്കും. വിശ്വസിക്കുന്നവ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. യോസേപ്പിനെ പുറത്തിറക്കിയ ദൈവം, പ്രൈസ് ദി ലോർഡ്, പത്രോസിനെ പുറത്തിറക്കിയ ദൈവം, ദൈവാലയം വക വിശുദ്ധ പാത്രങ്ങളെ പുറത്തിറക്കിച്ച ദൈവം ഇന്ന് രാത്രി ദേശത്ത് നിന്ന് ചില കുടുംബങ്ങളെ, വ്യക്തികളെ പുറത്തിറക്കട്ടെ. സത്യത്തിന്റെ സാക്ഷികളായി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ജലത്തിൽ കർത്താവിനെ സാക്ഷിച്ച് തിരുമേശക്കെടുത്ത് ആത്മശക്തിയോടെ വേർപാട് പാലിച്ച് വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിച്ച് വേഗം വരുന്ന കർത്താവിന് എതിരേൽപ്പാൻ അനേകരെ ഒരുക്കിയെടുക്കേണ്ടതിന് കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഇതുവരെയും എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. എന്നെ ക്ഷണിച്ച കർത്തദാസനും മാന്യ സഭയ്ക്ക് നന്ദി. 1 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കണം. 1 മിനിറ്റ് ഇറങ്ങിപ്പോകരുത്. 1 മിനിറ്റ് ഒക്കുന്നെങ്കിൽ സാവകാശം ആരോഗ്യമുണ്ടല്ലോ കൈ ഒന്ന് ഉയർത്തി ഒന്ന് വീശിയാട്ടെ. കരങ്ങൾ വീശി. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളല്ല. ഇന്നും എന്നേക്കും കരങ്ങൾ വീശി ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളല്ല. ഒരിക്കൽ കൂടെ. ഓ ഇന്നും എന്നേക്കും വേർപിരിയാതെ ഓ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളല്ല. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം.